കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം പറയാമോ? Let's raise our hands and sing praise to Lord. പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാം. Let us be in prayers. ഈ രാത്രി ദൈവത്തിൻ്റെ പരിശുദ്ധ ആത്മാവ് നമ്മളോട് സംസാരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. I believe that today evening Holy Spirit will talk to us. എത്ര പേർ വലിയ പ്രതീക്ഷയോടെ ഈ രാത്രി ദൈവസന്നിധിയിലായിരിക്കുന്നു? How many of you are expecting from the Lord today evening? എനിക്ക് അവരുടെ കരങ്ങളെ ഒന്ന് കാണണം. Can I see your hands? കരങ്ങൾ ഉയർത്തുവാണെങ്കിൽ നല്ലപോലെ ഉയർത്തണമേ. If you're raising a hand, raise it good. ആ ഉയർത്തപ്പെട്ട കരങ്ങൾക്ക് പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. The hands that are raised have hope in today evening. ഇന്ന് രാത്രി ദൈവാത്മാവ് നിങ്ങളോട് സംസാരിക്കട്ടെ. Today evening let the Holy Spirit talk to you. കർത്താവ് നിങ്ങളോട് സംസാരിക്കുമെന്ന് എനിക്ക് ഭയങ്കര ഉറപ്പുണ്ട്. അതുകൊണ്ട് ഞാൻ ഒട്ടും മുഖവര പറയാതെ കർത്താവിനെ ഏൽപ്പിച്ചിരിക്കുന്ന ദൂതിലേക്ക് പ്രവേശിപ്പാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. I believe that God will talk to you. Let me without much introduction, let me go into the word. ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം, Luke chapter 10, അതിന്റെ 19-ാം വാക്യം. from verse 19 onwards. സ്ക്രീനിലൊന്ന് തരണേ. ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 19-ാം വാക്യം. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. ഒന്നും നിങ്ങൾക്ക് ഒരിക്കലും ദോഷം വരുത്തുകയുമില്ല. ആമേൻ. ഈ രാത്രി എത്ര പേർ വിശ്വസിക്കുന്നുണ്ട് കർത്താവ് നമുക്ക് ഒരു അധികാരം തന്നിട്ടുണ്ടെന്ന്? How many of you believe that God has given us an authority today? എത്ര പേർ വിശ്വസിക്കുന്നുണ്ട് അങ്ങനെ ഒരു അധികാരം അനുഭവിക്കുന്ന എത്ര പേർ How many ഇതിനകത്തുണ്ട്? of you believe and experience that kind of authority in your life? നിങ്ങൾ ആ അധികാരം അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഈ ദിവസം ആ അധികാരത്തെ പ്രദർശിപ്പിക്കേണ്ട ദിവസമാണ്. If you are experiencing that authority, these days are to use that authority in your life. ആമേൻ. ഈ രാത്രി നിങ്ങളത് പ്രദർശിപ്പിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ സാഹചര്യങ്ങൾ തിരിയാൻ തുടങ്ങും. When you start using your authority, your situations will change. വിശ്വസിക്കുന്നുണ്ടോ ഈ രാത്രി? Do you believe in that? വിശ്വസിക്കാമോ? Can you believe? വിശ്വസിക്കുന്നവർ കണ്ണുകളടച്ചാട്ട്. എല്ലാവരും കണ്ണുകളടച്ചാട്ട്. ചില നിമിഷങ്ങൾ പ്രാർത്ഥിച്ചാട്ട്. എല്ലാവരും പ്രാർത്ഥിച്ചാട്ട്. എല്ലാവരും പ്രാർത്ഥിച്ചാട്ട്. എല്ലാവരും പ്രാർത്ഥിച്ചാട്ട്. വായ്കളെ തുറന്ന് ചില നിമിഷങ്ങൾ പ്രാർത്ഥിച്ചേ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് രാത്രിയിൽ നമ്മളോട് ഇടപെടട്ടെ. വചനം ഇവിടെ നിന്ന് സംസാരിക്കുമ്പോൾ ദൈവാത്മാവിൻ്റെ പ്രത്യക്ഷമായ ഇടപെടൽ ദൈവസഭയ്ക്കകത്ത് ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ഉണ്ടാകണം. ആത്മാർത്ഥമായി ഈ കൂട്ടായ്മയിൽ ദൈവത്തിൽ നിന്ന് പ്രാപിക്കണമെന്ന് കൊതിയുള്ളവർ, ആ ദാഹമുള്ളവർ വായ്കളെ തുറന്ന് അല്പസമയം കർത്താവിനോട് സംസാരിച്ചു തുടങ്ങുക. വായ്കളെ തുറന്ന് സംസാരിച്ചാട്ട്. വായ്കളെ തുറന്ന് സംസാരിച്ചാട്ട്. വായ്കളെ തുറന്ന് സംസാരിച്ചാട്ട്. അഭിഷേകം പ്രാപിച്ച ദൈവജനം മധുരങ്ങളെ ചലിപ്പിച്ച് അന്യഭാഷകളിൽ ചില നിമിഷങ്ങൾ സംസാരിക്കുക. ശതാല രഗസ്മന പ്രമരമർദ്ധന ബ്രഗത്തിനിയാംധരാധന അധുരമനഗസ്മനെ ദിഗത്തന പ്രമാനിയാംധലാധരഗസനാധിയ റീബഷ്മന രഗത്തിനംധനാധിയാധരഗസനാധിയാദേ അർത്തുനം രഗത്തന പ്രമരമർദ്ധനം രേഷ്യ തേലിയംധനമനാദരഹ. ഈ രാത്രി ദൈവവചനത്തിൻ്റെ ശക്തി നിങ്ങൾ അനുഭവിക്കേണ്ടതിന് ആ തുറന്ന മനസ്സോടെ ദൈവസന്നിധിയിലായിരിക്കട്ടെ. തുറന്ന മനസ്സോടെ ദൈവസന്നിധിയിലായിരിക്കട്ടെ. തുറന്ന മനസ്സോടെ ദൈവസന്നിധിയിലായിരിക്കട്ടെ. കണ്ണുകളെ അങ്ങ് അടയ്ക്ക്. കണ്ണുകളെ അങ്ങ് അടയ്ക്ക്. എന്നിട്ട് ആ അധരത്തെ ഒന്ന് തുറക്കുക. ഹൃദയം നിറഞ്ഞ് കവിയുന്നത് വായ് സംസാരിക്കുന്നു എന്ന് വചനം പറയുന്നത് കൊണ്ട് ഈ രാത്രി ഹൃദയത്തെ തുറന്ന് വായ്കളെ തുറന്ന് നിറഞ്ഞ് കവിയുന്ന ആത്മാവിൻ്റെ വാക്കുകൾ ഇതിനകത്ത് സകല ജനവും അഭിഷേകം പ്രാപിച്ചവർ ആത്മാവിൽ സംസാരിച്ചു തുടങ്ങട്ടെ. വിശ്വസിക്കുന്നവരുടെ മേൽ വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് ഈ രാത്രി ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ആദരങ്ങൾ ചലിപ്പിച്ച് ആത്മാവിൽ പ്രതികരിച്ചു തുടങ്ങുമ്പോൾ ഈ രാത്രി ചില സമയങ്ങൾ ചുരുങ്ങാൻ പോകുന്നു എന്ന് പരിശുദ്ധാത്മാവിനോട് പ്രവചിക്കാൻ ഈ പ്രാരംഭ നിമിഷത്തിൽ പറയുന്നു. ദീർഘനാളുകൾ കൊണ്ട് നീ ചെയ്തെടുക്കേണ്ടതിൻ്റെ സമയത്തെ, ആ ടൈം പീരീഡിനെ പിടിച്ചു ചുരുക്കാൻ നിന്റെ വാക്കുകൾക്ക് ഈ രാത്രി അധികാരം പകരുന്ന ഒരഭിഷേകത്തിന്റെ അധികാരത്തിന്റെ ആത്മീയ അധികാരത്തിന്റെ രാത്രിയാണെന്ന് ഈ രാത്രി എത്ര പേർ വിശ്വസിക്കുന്നു? വിശ്വസിക്കുന്നവർ ആത്മാവിൽ പ്രതികരിച്ചു തുടങ്ങുക. പ്രതികരിച്ചു തുടങ്ങുക.
റബശ്മന ഭ്രമരമർത്ഥാനിയാന്തേരിയാദന ആസറ്റാല റിഗാരിയാന്തേരിയാദന ഈ പ്രാർത്ഥന അന്തരീക്ഷത്തിൽ ദൈവാത്മാവ് കഴിഞ്ഞ ദിവസം എന്നെ കാണിച്ച ഒരു വാക്ക് ഞാൻ പറഞ്ഞു തുടങ്ങുകയാണ്. ദൈവാത്മാവ് എന്നെ കാണിച്ച ഒരു കാഴ്ച ഞാൻ നിങ്ങളോട് പറയുകയാണ്. In between these prayers, let me tell you one thought that God, Holy Spirit put in my heart in the last days. ആ കാഴ്ച മറ്റൊന്നുമല്ല, ഒരു സൂര്യൻ നിന്ന് പ്രകാശിക്കുന്ന ഒരു കാഴ്ച കർത്താവ് എന്നെ കാണിച്ചു. That vision is like this: a sun is glowing very brightly. ആ സൂര്യൻ പ്രകാശിക്കുന്നത് ആ പ്രകാശം എത്തേണ്ടുന്ന ഇടത്ത് എത്താതെ വണ്ണം ഒരു മല അതിന്റെ മുമ്പിൽ നിൽക്കുന്നത് ഞാൻ കണ്ടു. The sun is glowing, but a big mountain is hindering that sunshine to pass. കൂടെ വരണേ. ഞാൻ ആ പ്രാർത്ഥനയിൽ കണ്ട ഒരു കാഴ്ച, അവിടുന്ന് മല മാറുന്ന ഒരു കാഴ്ച ഞാൻ കണ്ടു. A vision that I saw was the mountain is moving. അന്നേരം എൻ്റെ അകത്ത് ദൈവാത്മാവ് ഒരു വചനം കൂടെ തന്നു. The same time, God put a word in my heart. നിങ്ങൾക്ക് ഉറക്കെ പറ, കടുക് മണിയോളം വിശ്വാസമുണ്ടെങ്കിൽ എന്ത് ചെയ്യത്? നീ പറഞ്ഞാൽ എന്തു സംഭവിക്കും? നീ കൽപ്പിച്ചാൽ എന്തു സംഭവിക്കും? ഈ രാത്രി നീ കൽപ്പിക്കുമ്പോൾ നിന്റെ അകത്തെ സാധ്യത 0 ആയിരിക്കും. നിന്നിൽ ഉണ്ടാവുന്ന ചേഞ്ച് ഭയങ്കര വലുതായിരിക്കും. Amen. The verse is like, if you have faith like a mustard seed, if you proclaim, the things will move out from the way. വിശ്വസിക്കാമോ ഈ രാത്രി? Can you believe that? വിശ്വസിക്കാമോ ഈ രാത്രി? അതിനകത്ത് പറയുന്നു, നീ പ്രാർത്ഥിച്ചാൽ മാറുമെന്നല്ല പറയുന്നത്, നീ വിശ്വസിച്ചാൽ മാറുമെന്നോ. It says that if you believe, the things will move on. നീ വിശ്വസിച്ചാൽ മാറുമെന്ന ഒരു തലമുണ്ട്. If you just have faith, it will just move on. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നേ? Amen. പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യമില്ല എന്നുള്ളതല്ല അതിന്റെ അർത്ഥം. I'm not telling that prayer doesn't have its importance. ഞാൻ പറയുന്നു, പ്രാർത്ഥനയ്ക്ക് മീതെ നിൽക്കുന്ന ഒരു തലമാണ് വിശ്വാസത്തിന്റെ തലം. What I'm saying is the faith level is above the prayer. നിനക്ക് പ്രാർത്ഥിക്കാൻ കഴിയാത്ത ഒരു സമയം ഉണ്ടായേക്കാം. There might be a time when you can't pray. പക്ഷേ വായനയ്ക്കോ മനസ്സുകൊണ്ടോ നിനക്ക് പ്രാർത്ഥിക്കാൻ കഴിയത്തില്ലെങ്കിലും നിനക്ക് വെറുതെ അങ്ങ് വിശ്വസിക്കാൻ പറ്റും. But if you can't pray, but still if you can have that faith in your heart. നീ വിശ്വസിക്കാതെ പ്രാർത്ഥിച്ചാൽ ഫലം ഉണ്ടാകത്തില്ല. If you pray without faith, there won't be a result. എന്നാൽ ചില സന്ദർഭത്തിൽ നീ പ്രാർത്ഥിക്കാതെ വെറുതെ വിശ്വസിക്കുന്നത് റിസൾട്ടിനെ പിടിച്ചു കൊണ്ടുവരും. But then in some situation, if you have faith, even if you don't pray, there will be a result. ഈ രാത്രി വിശ്വസിച്ച് ഞാൻ പ്രവചിച്ചു പറയുകയാണ്, നിനക്ക് പ്രാർത്ഥിക്കാൻ നിയോഗമില്ലെങ്കിലും നിനക്ക് പ്രാർത്ഥിക്കാൻ സാധിച്ചില്ലെങ്കിലും ഈ രാത്രി നീ വിശ്വസിക്കാൻ തയ്യാറാകുക. I mean, even if you can't pray in any situation, just believe. Praise God. കർത്താവിനെ ആ കാഴ്ച കാണിക്കുമ്പോൾ ഈ വാക്യമാണ് എൻ്റെ അകത്ത് വന്നത്, കടുകുമണിയോളം വിശ്വാസം. When the Lord was showing me that vision, this verse came into my heart, faith like a mustard രാത്രി seed. ഞാൻ അവിടെ നിന്നുകൊണ്ട് കർത്താവ് തന്ന ദൂതിനെ ഞാൻ കണക്ട് ചെയ്യുകയാണ്. Today I want to connect my message into that verse. ദൈവം സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നതിന്റെ മേലും നിനക്കൊരു ആത്മീയ അധികാരമുണ്ട്. Whatever the God has created, you have an authority over it. വിശ്വസിക്കാമോ? Can you believe? വിശ്വസിക്കാമോ ഈ രാത്രി? ദൈവം സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നതിന്റെ മേലും നിനക്ക് അധികാരമുണ്ട്. Whatever the God has created, you have an authority over it. അതുകൊണ്ടാ എന്റെ യേശു കർത്താവ് പറഞ്ഞത്, ഞാൻ സൃഷ്ടിച്ച മലയാ, പക്ഷെ നീ പറഞ്ഞാൽ അത് പോകും. Amen. That's why the God said, I created the mountain, but if you say, it will move. വിശ്വസിക്കാമോ ഈ രാത്രി? Can you have that faith? നിങ്ങളുടെ വിശ്വാസം സ്വർഗം കാണട്ടെ. Let heaven see your faith today. ഈ രാത്രി നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പറയാൻ തയ്യാറാകുമ്പോൾ ജീവിതത്തിന്റെ സാഹചര്യങ്ങൾ മാറാൻ തുടങ്ങും. Can you have proclaim with faith in your heart, and these life situations will start changing. ഞാൻ എപ്പോഴും ചർച്ചിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. Every time I say this word in the church, മറ്റൊന്നുമല്ല, നിങ്ങൾ യേശുവിനെ നോക്കണം. ഒരു പ്രശ്നത്തിന്റെ മുമ്പിലും എൻ്റെ യേശു കർത്താവ് ആ വിഷയത്തിന്റെ പരിഹാരത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടില്ല. yeah, what I usually say is like, just look at Jesus. For any situation, for any problems, Jesus never prayed about it. എല്ലാ സാഹചര്യത്തിലും യേശു കർത്താവ് കൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. Jesus Christ has commanded over every problems.
അതുകൊണ്ട് എൻ്റെ യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ അടുക്ക വിളിച്ച് വേറെ ഒരു ഗ്രൂപ്പിനെ കൂട്ടി വിളിച്ച് അവരോട് പറഞ്ഞ വാക്കാണ് ഈ രാത്രി നാം കുറിവാക്യമായി വായിച്ചത്. That's what the verse that was speaking to his disciples is what we read tonight. ആ വാക്യം ഒന്ന് ഡിസ്പ്ലേ ചെയ്യണമേ. Let's see that verse once again. ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 19-ാം വാക്യമാണ് നമ്മൾ വായിച്ചത്. ഒന്ന് വായിച്ച് സഹായിക്കാമോ? തേളുകളെയും പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ ആ വാക്ക് ഇവിടെ ഡിക്ലെയർ ചെയ്യുകയാണ്. ഇത് മറ്റാരുമല്ല പറയുന്നത്, യേശു തന്നെത്താൻ പറയാണ്, ഞാൻ നിങ്ങൾക്ക് തരുന്നു. Jesus Christ himself is saying, I give you the authority. ഞാൻ നിങ്ങൾക്ക് തരുന്നു എന്ന ഒരുത്തൻ പറയണമെങ്കിൽ അത് അവൻ്റെതായി മാറണം ആദ്യം. If one has to say that I give you, it has to be his first. സകലത്തിന്റെയും അധികാരിയായ എൻ്റെ കർത്താവ് ഈ രാത്രി ദൈവസഭയ്ക്കകത്തിരിക്കുന്ന ദൈവജനത്തെ നോക്കി പറയുന്നു, ഞാൻ നിനക്ക് തരുന്നു അത്. One who has authority over everything, looking at the church and saying that I am giving that authority to you. എന്നോട് ചോദിക്കാൻ, ഞാൻ നിനക്ക് അവകാശമാക്കി തരും. You just ask me and I will give it to you. വചനം പറയുന്നു, ജാതികളെ എന്നോട് ചോദിക്കുക, ജാതികളെ നിനക്ക് ഞാൻ തരും. Because the word of God says that if you just ask, I will give it to you. ഈ രാത്രി എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയും? എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയും? ഞാൻ ചോദിച്ചാൽ എൻ്റെ ദൈവത്തിന് തരാതിരിക്കാൻ കഴിയത്തില്ലെന്നോ? Can you have faith that if you ask, God can't give it me? ഈ രാത്രി ഞാൻ ഇവിടെ നിന്ന് പ്രവചിക്കുകയാണ്, നിന്റെ ചോദ്യത്തിന് ഈ രാത്രി മറുപടിയായി. വിശ്വസിക്കുന്നുണ്ടെങ്കിൽ പ്രാർത്ഥിച്ചു തുടങ്ങുക. നിന്റെ ചോദ്യത്തിന് ഈ രാത്രി മറുപടിയായി എന്ന് എന്നോട് പ്രവചിക്കാൻ പരിശുദ്ധാത്മാവ് പറയുന്നു. ഈ രാത്രി ചിലരോട് ഞാൻ ഈ മെസ്സേജിനെ ഇവിടെ മുതൽ ദൈവാത്മാവ് തിരിക്കുന്നത് ഞാൻ സെൻസ് ചെയ്തുകൊണ്ട് പറയുകയാണ്, ദൈവാത്മാവ് ഇതിനകത്ത് നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടികളെ അയക്കാൻ പോകുകയാണ് ഈ രാത്രി. And all your prayers are going to be answered today night. Jesus name, Jesus name, Jesus name, Jesus name. ഇവിടെ യേശു കർത്താവ് പറയാണ്, ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. Here Jesus Christ is telling, I give you the authority to you. അടുത്തിരിക്കുന്നവർക്ക് കൈ കൊടുത്തിട്ട് പറയാമോ, എനിക്ക് കിട്ടി നിനക്ക് ഉണ്ടെന്ന് പറയാമോ? Can you tell to the person sitting next to you, I got, you also will have. എനിക്ക് കിട്ടി നിനക്കും ഉണ്ട് പറയാമോ? എനിക്ക് കിട്ടി നിനക്കും. കേട്ടില്ല? ഇതിനകത്തിരിക്കുന്ന ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ ഈ അധികാരം ഇല്ല എന്ന്? യേശു കർത്താവ് 70 പേരെ അടുക്കൽ വിളിച്ചു. Jesus Christ called 70 people to him. അവരോട് യേശു കർത്താവ് ഭൂതങ്ങളുടെ മേലും രോഗത്തിൻ്റെ മേലും സൗഖ്യമാക്കേണ്ടതിനും വിടുതൽ നൽകേണ്ടതിനും അധികാരം കൊടുത്ത് പറഞ്ഞയച്ചു. He gave authority over all things and sent all disciples out. അവർ പോയി അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തികളും ചെയ്ത് മടങ്ങി വന്നു. The people, they went out and did miracles and came back to Jesus. മടങ്ങി വന്നപ്പോൾ അവർ പറഞ്ഞു, ഭൂതങ്ങളും ഞങ്ങൾക്ക് കീഴടങ്ങുന്നു. The people came back and said that even the evil spirit is obeying us, we have authority over it. അന്നേരം യേശു കർത്താവ് അവരോട് പറഞ്ഞു തുടങ്ങുന്നത് ഇതിന്റെ തലേവാക്യമാണ്, 18-ാം വാക്യം. The verse 18 is what Jesus is replying to them. അവർ വന്നിട്ട് പറയാ, ഇങ്ങനെയൊക്കെ അത്ഭുതങ്ങൾ നടക്കുന്നു എന്ന് യേശുവിനോട് അവരുടെ ടെസ്റ്റിമണി ഷെയർ ചെയ്തപ്പോൾ, when the disciples came back to Jesus and shared the testimony that so and so miracles are happening through us, യേശു കർത്താവ് പറയുക, ഞാനൊരു കാഴ്ച കണ്ടു. Then Jesus Christ is telling, I saw a vision. ആ കണ്ട കാഴ്ച 18-ാം വാക്യം എഴുതി വെച്ചിരിക്കുന്നു. That vision is what we read in verse number 18. സാത്താൻ മിന്നൽ പോലെ ആകാശത്ത് നിന്ന് വീഴുന്നത് ഞാൻ കണ്ടു. I saw Satan fall like lightning from heaven. യേശു കർത്താവ് എപ്പോഴാ ഇത് കണ്ടേ? When did Jesus see this? യേശു അത്ഭുതം ചെയ്തപ്പോഴല്ല ഇത് കണ്ടേ. Jesus didn't see it when Jesus did a miracle. യേശുവിന്റെ ക്ലോസ്ഡ് സർക്കിളായ ആ 3 പേർ, പത്രോസ്, യാക്കോബ്, യോഹന്നാൻ, when the 3 closest friends of Jesus did the miracles, at that time Jesus saw this. No, he didn't see that time. ആ സമയത്തും അവൻ കണ്ടില്ല.
Jesus didn't see this at the time when the people were close to Jesus, the Peter, James. That time he didn't see this vision. 12 പേർ പോയി അത്ഭുതം ചെയ്തപ്പോൾ യേശു കർത്താവ് ഈ കാഴ്ച കണ്ടില്ല. Even when the 12 disciples went and did the miracles, even that time Jesus didn't see this vision. ഈ ക്ലോസ്ഡ് സർക്കിളിനകത്തുനിന്ന് പുറത്തേക്ക് ഇതിനെ ഇമ്പാർട്ട് ചെയ്ത് പറഞ്ഞു വിട്ടവൻ പോയി ചെയ്തപ്പോൾ യേശു ഇത് കണ്ടു. Out of these 12 disciples, when they started imparting, and those people, when they started doing the miracles, Jesus saw this vision. അതിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? Do you know what it means? 12 പേര് യേശുവും 12 പേരും തമ്മിൽ എപ്പോഴും അവൈലബിലിറ്റി കൂടുതലാണ്. The 12 people and Jesus had a lot of availability. എന്നാൽ ഈ 70 പേർക്ക് യേശു എപ്പോഴും അവൈലബിൾ അല്ല. For the 70 people, Jesus was not available all the time. അങ്ങനെ ദൂരത്ത് നിൽക്കുന്നവൻ പോയി ഒരു ശുശ്രൂഷ ചെയ്യുമ്പോഴും, So when the people who are distant to Jesus, when they go out and do some miracles or some ministry, 12 പേരുടെ ശുശ്രൂഷയിൽ കാണാത്തൊരു കാഴ്ച യേശു കണ്ടു. I mean, at that time, Jesus saw a vision which he didn't see when the 12 disciples went out and did. ആ സാധ്യതയാണ് യേശു കർത്താവ് പറഞ്ഞത്. ഞാനൊരു കാഴ്ച കണ്ടു, നിങ്ങൾ അവിടെ ശുശ്രൂഷിക്കുമ്പോൾ ആകാശത്ത് വന്ന് സാത്താൻ മിന്നൽ പോലെ വീഴുന്നത് ഞാൻ കണ്ടു. That's what we read in the verse 18. Jesus saying, I saw Satan fall like lightning from heaven. ഇതിന് പഴയ നിയമവും പ്രവചന പുസ്തകവുമായിട്ട് ഭയങ്കര കണക്ഷൻ ഉണ്ട്. This has a link in the Old Testament. ഇത് കർത്താവ് പഴയ നിയമത്തിൽ നിന്ന് എടുത്തു പറയുന്ന ഒരു വാക്കുകൂടെയാണ്. This verse is something that he is quoting from the Old Testament. യഹോവയായ ദൈവം സാത്താനെ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ഘട്ടത്തിൽ ശപിക്കുന്നുണ്ട്. The Lord is cursing Satan at one point. ആ സമയത്ത് അവർ വെട്ടേറ്റ് താഴെ വീഴുന്നുണ്ട്. Satan is falling down. We read that in the Old Testament. ഈ വാക്യം തമ്മിൽ ഭയങ്കര കണക്ഷൻ ഉണ്ട്. That verse and this verse have a great connection. ആ കണക്ഷൻ മറ്റൊന്നുമല്ല, പിശാചിന്റെ വീഴ്ചയെ കുറിച്ചാണ് യേശു കർത്താവ് ഇവിടെ പറയുന്നത്. That connection is that it talks about the falling of Satan. ഈ വീഴ്ചയെ അവൻ വീണ്ടും കാണുന്ന ഒരു തലമാണ് ഇവിടെ എഴുതി വച്ചിരിക്കുന്നത്. This is something that we are seeing the fall of Satan once again. ബാക്കി എല്ലാ ഭാഗത്തിലും യേശു കർത്താവ് പ്രവചന പുസ്തകത്തെ കോട്ട് ചെയ്യുകയാണെങ്കിൽ പ്രവചന പുസ്തകം എന്ന് പറഞ്ഞിട്ടായിരിക്കും മിക്കപ്പോഴും യേശു കർത്താവ് വാക്യങ്ങൾ പറയുന്നത്. Whenever Jesus quotes a verse, he always say this verse was given in the prophetic book before. അപ്പോൾ അത് യേശു കർത്താവ് കാണണം എന്നില്ല, പക്ഷെ അത് സംഭവിച്ചത് വീണ്ടും ആവർത്തിക്കപ്പെടുകയായിരിക്കും. That time Jesus is not necessarily seeing the vision, but he is just quoting the verse from the Old Testament. അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചു നോക്കിയാൽ യേശു കർത്താവ് ഈ കാഴ്ച വീണ്ടും കണ്ടു. So here what we read is Jesus saw this vision once again. ഈ കണ്ട കാഴ്ച ഏറ്റവും ക്ലോസസ്റ്റ് ആയിട്ട് നിൽക്കുന്ന സർക്കിളിനകത്തെ 12 പേരുടെ ശുശ്രൂഷയ്ക്കകത്തെ കാഴ്ചയല്ല കണ്ടത്. വെറും സാധാരണക്കാരുടെ ലേമന്റെ ജീവിതത്തിലൂടെ നടന്ന അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെയും വീര്യപ്രവർത്തികളുടെയും ഘട്ടത്തിലാണ് യേശു കർത്താവ് ഈ കാഴ്ച കാണുന്നത്. This vision was not seen by Jesus when the close 12 people did the miracles or ministry, but the others when they performed the ministry, like that time Jesus saw this vision. ഇത് നമുക്ക് വെച്ചിരിക്കുന്ന ഒരു സാധ്യതയാണ്. This is one opportunity that is being given to us. എന്ന് പറഞ്ഞാൽ ഞാനും നിങ്ങളും കർത്താവിന് വേണ്ടി ഒരു ശുശ്രൂഷയ്ക്ക് സ്റ്റെപ്പ് ചെയ്യുമ്പോൾ സ്വർഗം കാണുന്ന കാഴ്ച ഇത് തന്നെയാണ്. When we take a step and do a ministry for Jesus, the heaven sees a vision like this. ആത്മമണ്ഡലത്തിൽ നിനക്കെതിരായി ചലിച്ചുകൊണ്ടിരിക്കുന്ന ആത്മീക തലങ്ങളെ നിന്റെ ആത്മാവിലുള്ള വാക്കുകൾ വെട്ടി താഴെയിടുകയാണ്. Amen. Whenever you take a step in the ministry, the heaven sees a vision that everything, the Satan is falling down. ഈ രാത്രി നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ പ്രാർത്ഥനയിലും വെട്ടേറ്റ് പിശാച് വീഴുന്നുണ്ട്. Even today night, you believe that whenever you pray, even that time the Satan is getting cut and fall എന്റെ down. പ്രാർത്ഥനയിൽ വീഴുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ ആമേൻ പറയും. നിങ്ങളുടെ പ്രാർത്ഥനയിൽ വീഴുന്നുണ്ടേ പറഞ്ഞാൽ മതി, ഇല്ലെങ്കിൽ വെറുതെ ഇരുന്നു. In my prayer this happens, that's why I say amen. If it happens in your prayer, to shout an amen. ആ വാക്യത്തിൽ എഴുതിയിരിക്കുക, സാത്താൻ മിന്നൽ പോലെ ആകാശത്ത് നിന്ന് വീഴുന്നത് ഞാൻ കണ്ടു. മിന്നൽ പോലെ വീഴുന്നത് ഞാൻ കണ്ടു. ഇനി ആ സിറ്റുവേഷനെ ഒന്ന് വളരെ വളരെ ക്ലോസ് ആയിട്ട് നമ്മളൊന്ന് വാച്ച് ചെയ്യാൻ പോവുകയാണ്. Let's look into that situation very closely. സ്നാനപ്പെട്ടവരല്ല അവര്. They are not people who are baptized. അവരൊരു സഭയുടെ മെമ്പർ അല്ല. They are not member of any church. അവര് നമ്മൾ ഈ പറയുന്ന പോലെ അന്യഭാഷയിൽ സംസാരിക്കുന്ന ഒരു അനുഭവം അവരുടെ ജീവിതത്തിൽ വന്നിട്ടില്ല. They don't have an experience of speaking in tongues. ചിലർക്കൊക്കെ എന്നെ രൂക്ഷമായി നോക്കുന്നു.
ഇയാളിതെന്തോ പറയുന്നേ. ആ സമയത്ത് ഇവരുടെ ജീവിതത്തിൽ ഇതൊന്നും സംഭവിച്ചിട്ടില്ല. At that time, none of these, what we experience in our day-to-day life, is not being experienced by them. ഇതൊന്നും സംഭവിക്കാത്ത ഈ സമയത്ത് അവരുടെ കയ്യാൽ ഇത് നടന്നെങ്കിൽ, Amen. Even when they didn't experience what we are experiencing, they could do what the verse says. പരിശുദ്ധാത്മാവ് വസിക്കുന്ന നിന്റെ സാധ്യത വലുതാണ്. Amen. The Holy Spirit is living in us and we have a lot more to do. നിന്റെ സാധ്യത വലുതാണ്. We have a greater opportunity than this. നീ പ്രാർത്ഥിച്ചാലും സ്വർഗം ഇത് തന്നെ കാണും. I mean, even if you pray, the heaven is going to see the same vision. നീ ആരാധിക്കുമ്പോഴും സ്വർഗം ഇത് തന്നെ കാണും. When you worship, the heaven sees the same vision. നീ കൽപ്പിക്കുമ്പോഴും സ്വർഗം ഇത് തന്നെ കാണും. When you command, the heaven is seeing the same thing. നീ മുഴങ്കാൽ മടക്കുമ്പോഴും നിന്റെ ഭവനത്തിന്റെ മീതെ ഇതാണ് സംഭവിക്കുന്നത്. Amen. Hallelujah. നീ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. Even when you pray, this is what is happening in heaven. പലപ്പോഴും നമുക്ക് പറ്റുന്നത് പ്രാർത്ഥനയിൽ മടുത്തു പോകുന്നത് പ്രാർത്ഥനയിൽ എന്ത് സംഭവിച്ചു എന്ന് എനിക്ക് കാണാൻ കഴിയാത്തത് കൊണ്ടാണ്. Many of the times we get tired of prayer because we can't see what's happening in our prayer. ഈ രാത്രി അത്ഭുതം ചെയ്തവൻ ഈ കാഴ്ച കണ്ടില്ല, എന്നാൽ പറഞ്ഞയച്ചവൻ ഇത് കണ്ടു. Amen. Today, those who did these miracles didn't see what's written in the words, but the one who sent them to do the miracles saw this. ഈ രാത്രി ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങളൊന്നും കണ്ടില്ലെങ്കിലും നിങ്ങൾ അവർ ചെയ്തതുപോലെ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കാൻ തയ്യാറായാൽ, Today, let me tell you, even if you don't see anything, but then if you just going to do what he says to you, നിങ്ങൾ അത്ഭുതം ചെയ്യുമ്പോഴും ആത്മമണ്ഡലത്തിൽ എന്ത് സംഭവിക്കുന്നു എന്ന് നിങ്ങൾ കാണണമെന്ന് നിർബന്ധമില്ല. even when you pray and do the miracles, what is happening in the heavenly realm, you need not know. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ആത്മമണ്ഡലത്തിൽ എന്ത് സംഭവിക്കുന്നു എന്ന് നിങ്ങൾ കാണണമെന്ന് നിർബന്ധമില്ല. It's not necessary that when you do miracles or pray for somebody, what's happening in the heavenly realm, you need not see it. എന്നാൽ പ്രാർത്ഥിക്കാൻ നിന്നെ നിയോഗിച്ചവൻ ഇത് കാണുന്നുണ്ട്. But the one who sent you to pray sees this. അവൻ നിന്റെ മേൽ അധികം ശക്തിയെ പകരും. He sends more power to you. നീ ഒരിടത്ത് നിന്ന് വർക്ക് ചെയ്ത് അത് ജയിക്കുമ്പോൾ അവൻ അധികം ശക്തിയെ നിന്റെ മേൽ കൈമാറും. He gives you more power and authority over you. ഈ രാത്രി അല്പത്തിൽ വിശ്വസ്തനായിരിക്കുന്നവനെ നോക്കി കർത്താവ് പറയുന്നു, നിന്നെ അധികത്തിൽ വിചാരകനാക്കാൻ പോകുകയാണ്. Tonight, if you being faithful in the little that you have, he will make to you the more. വിശ്വസിക്കാൻ കഴിയുമോ? ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന 2 മിനിറ്റ് പ്രാർത്ഥനയുണ്ടല്ലോ, 1 മിനിറ്റ് ഒന്ന് പ്രാർത്ഥിക്കാൻ നിനക്ക് തരുന്ന നിയോഗമുണ്ടല്ലോ, മുടക്കാതെ ചെയ്താൽ നീ കാണാത്ത ഒരു തലത്തിൽ ദൈവം ചിലത് നിനക്ക് വേണ്ടി കാണും. Amen. If you be faithful in the little or pray for little, God will entrust more things into you. ഈ രാത്രി തിരിച്ചറിഞ്ഞോണം, Today night, let's realize ദൈവത്തിന് എന്നിലൂടെ സകലതും ചെയ്തെടുക്കാൻ കഴിയും. Jesus can do mighty things through me. അതിനാ എനിക്ക് ആത്മീക അധികാരം ദൈവം That's തന്നേക്കുന്നത്. why God has given spiritual authority. അതുകൊണ്ടാ കർത്താവ് പറയുന്നത്, ഞാൻ നിന്നെ തിരഞ്ഞെടുത്താൽ നിനക്ക് എൻ്റെ ഒരു ഇമ്പാർട്ടേഷൻ ഉണ്ട്. That's why Jesus is telling, if I select you, I give you authority to you. ഈ രാത്രി നിങ്ങൾ ആരും യേശുവിനെ തിരഞ്ഞെടുത്തതല്ല, യേശു നിങ്ങളെ തിരഞ്ഞെടുത്തതാകൊണ്ട്, None of us selected Jesus, but Jesus selected us. യേശു നിങ്ങളെ തിരഞ്ഞെടുത്തതാകൊണ്ട് അവന്റെ ഒരംശം നിങ്ങളുടെ മേലുണ്ട്. ഞാൻ ഈ രാത്രി പറയാം, ഒരംശമല്ല, പൂർണ്ണതയുള്ള പരിശുദ്ധാത്മാവ് Because God has chosen us, we നിങ്ങളുടെ have മേൽ the whole വ്യാപരിക്കുന്നത് authority. കൊണ്ട് അവൻ ചെയ്തതിലും അധികം നിങ്ങൾ ചെയ്യും. വിശ്വസിക്കാമോ ഈ രാത്രി? അത് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സ്പിരിച്വൽ അതോറിറ്റിയെ കുറിച്ചാണ്. നിങ്ങളുടെ പ്രാർത്ഥനയിൽ, In your prayers, നിങ്ങൾ പോലും അറിയാതെ, even in your prayers, even you don't know, നിങ്ങൾ മാറി എന്ന് കരുതുന്ന ചില പ്രശ്നങ്ങൾ, the problems that you sit and have differently, നിങ്ങൾ അവസാനിച്ചു എന്ന് കരുതുന്ന ചില പ്രശ്നങ്ങൾ, the problems that you think that is being done, ഇതോടെ തീർന്നു, ഇനി ഇതെന്നെ ബാധിക്കത്തില്ലെന്ന് നിങ്ങൾ വിചാരിക്കുന്ന വിഷയങ്ങൾ, the problems or situations which you think that is not going to happen again, നിങ്ങൾ പ്രാർത്ഥന അതുകൊണ്ട് അവസാനിപ്പിക്കുന്ന ആ ഇടത്ത് വെച്ച് the moment you stop praying for that, നിങ്ങൾ കാണാതെ ഇത് നിങ്ങളെ ഫോളോ ചെയ്യുന്നുണ്ട്. ഈ പ്രോബ്ലം, this problem has to follow you. ആ സമയത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുന്നില്ല, പക്ഷേ പിന്നീട് നിങ്ങൾ അറിയുന്നു ഇതിന് മറുപടി ഇപ്പോഴാ വന്നതെന്ന്.
At that moment, you might not see the result, but then later you realize that, okay, this is when we got the result. പക്ഷെ നിങ്ങൾ കരുതി മുമ്പ് വന്നു എന്ന്, പക്ഷെ അതായിരുന്നില്ല അതിൻ്റെ ടൈം. റിയലൈസേഷൻ പിന്നീടാ സംഭവിച്ചത്. ഇവിടെ വെച്ച് ഇതിന് മറുപടി നടന്നു, പക്ഷേ ഞാൻ അപ്പോഴും പ്രാർത്ഥിച്ചിട്ടില്ല. Amen. The later when we have the result, you realize that, okay, this is when we got the result. ഈ രാത്രി മനസ്സിലാക്കിക്കോ, ഞാൻ ഇന്നലകളിൽ പ്രാർത്ഥിച്ച പ്രാർത്ഥന ഇന്ന് അവസാനിപ്പിച്ചാലും, ഞാൻ കരുതി അത് കഴിഞ്ഞു എന്ന് ഞാൻ കരുതുമ്പോഴും, എൻ്റെ പ്രാർത്ഥനയുടെ വാക്കുകൾക്ക് ഒരു പർട്ടിക്കുലർ ടൈമിൽ സഞ്ചരിക്കാൻ കഴിയും. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ചില പ്രാർത്ഥനകൾ ഞാൻ അവസാനിപ്പിച്ചാൽ, ചില പ്രാർത്ഥനകൾ ഞാൻ കരുതി ഞാൻ അവസാനിപ്പിച്ചു എന്ന്, ഇതിന് മറുപടി വന്നു എന്ന് ഞാൻ കരുതി, പക്ഷേ ആ പ്രശ്നം പരിഹരിക്കപ്പെട്ടില്ല. ഒരു ഗ്യാപ്പ് കഴിഞ്ഞപ്പോൾ അത് വീണ്ടും പൊങ്ങി വന്നു. ഞാൻ അതിനു വേണ്ടി അപ്പോൾ പ്രാർത്ഥിക്കുന്നില്ല, പക്ഷേ ആ വീണ്ടും പൊങ്ങി വന്ന സമയത്ത് ആരും പ്രാർത്ഥിച്ചില്ല, പക്ഷെ മറുപടി വന്നു. എന്താ അവിടെ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ, ഇന്നലകളിൽ നീ പ്രാർത്ഥിച്ച പ്രാർത്ഥന നീ പോലും അറിയാതെ ആത്മമണ്ഡലത്തിലെ വിഷയത്തിന്റെ മുമ്പും പുറകുമായി സഞ്ചരിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ദൈവാത്മാവിൽ ഞാൻ വിളിച്ചു ദൈവസഭയോട് പറയാം, ആത്മാവിലുള്ള പ്രാർത്ഥനകൾക്ക് നീ കാണുന്ന ഇടത്തല്ല മറുപടി, അവൻ പറയുന്ന ഇടത്ത്. ഈ രാത്രി ആത്മമണ്ഡലത്തെ രുചിച്ചറിയുന്ന ദൈവജനം ആത്മാവിൽ പ്രാർത്ഥിച്ചു തുടങ്ങ്. നീ ഇന്നലെ പ്രാർത്ഥിച്ചു നിർത്തിയതിന് ഈ രാത്രി മറുപടി വരുമെന്ന് വിളിച്ചു പറഞ്ഞാൽ നീ ഇന്നൊരു സ്തോത്രം പറഞ്ഞു കാണത്തില്ല. വർഷങ്ങൾക്ക് മുമ്പ് വർഷങ്ങൾക്ക് മുമ്പ് കേട്ട ദൂത് പ്രാർത്ഥിക്കാൻ മറന്നുപോയിട്ടും നീ പോലും അറിയാതെ നിന്റെ ലൈഫിൽ കയറി വന്നപ്പോൾ നീ റിയലൈസ് ചെയ്തു ഇത് അന്ന് പറഞ്ഞ ദൂതാണെന്ന്. ഞാൻ പറയുന്നത് എത്ര പേർക്ക് പിടികിട്ടുന്നുണ്ട്? എത്ര പേർക്ക് പിടികിട്ടുന്നുണ്ട് ഞാൻ ഈ പറയുന്നത്? നീ ആ സമയത്ത് പ്രാർത്ഥിച്ചില്ലല്ലോ. ഈ ദൂത് പ്രാപിക്കുന്ന സമയത്ത് ആ ഒരു പർട്ടിക്കുലർ കുറച്ച് ദിവസം പ്രാർത്ഥിച്ചു, നടക്കുന്നില്ലെന്ന് കണ്ടപ്പോ വിട്ടു, നീ വേറെ വഴിക്ക് പോയി. എന്നാൽ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ നിന്റെ ജീവിതത്തിലെ മറുപടി തിരിച്ചു വന്നു. അതുകൊണ്ട് വചനം പറഞ്ഞു, നിന്റെ അപ്പത്തെ വെള്ളത്തിന്മേലെറിയുക. അതിന്റെ ബാക്കി എത്ര പേർക്ക് പറയാം ഈ രാത്രി? എത്ര പേർക്ക് പറയാം? അത് മടങ്ങി വരുമെന്നേ, മടങ്ങി വരുമെന്നേ. ഈ രാത്രി നിന്നെ കടന്നുപോയെന്നും നിനക്കിനി കവർ ചെയ്യാൻ കഴിയത്തില്ലെന്നും നീ ചിന്തിക്കുന്നത് ഈ രാത്രി നിന്റെ ലൈഫിലേക്ക് മടങ്ങി വരുന്നു എന്ന് കർത്താവിനോട് പ്രവചിക്കാൻ പറയുന്നു. സമയം തിരിച്ചു വരുന്നു, സമയം തിരിച്ചു വരുന്നു. Praise the Lord. Praise the Lord. കർത്താവിന് സ്തോത്രം പറയാമോ? സ്തോത്രം പറയാമോ? തിരിച്ചു വരും, തിരിച്ചു വരും. അടുത്തിരിക്കുന്നവർക്ക് കൈ കൊടുത്തിട്ട് പറയാമോ, പോയ സമയം തിരിച്ചു വരും. പോയ സമയവും തിരിച്ചു വരും. പോയ സമയവും തിരിച്ചു വരും. ലോകത്തിന് ഇതുവരെ കണ്ടുപിടിക്കാൻ കഴിയാത്ത ഒരു ഡിവൈസ് ആ പോയ സമയത്തിന് പകരമൊന്നും ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. അവർക്കൊന്നും കണ്ടുപിടിക്കാനും കഴിയത്തില്ല. എന്നാൽ ആത്മാവിൽ ഞാൻ വിളിച്ചു പറയാം, നിനക്ക് ചിലതിനെ പിടിച്ചു നിർത്താൻ കഴിയും. നിനക്ക് ആത്മീയ അധികാരം വന്നാൽ, നിന്റെ മേൽ ആത്മീയ അധികാരം വെളിപ്പെട്ടാൽ, നിനക്ക് മുമ്പേ സഞ്ചരിച്ചു പോയതിനെ നിനക്ക് ഘടികാരത്തിൽ തിരിച്ചു പിടിക്കാൻ ഈ രാത്രി ചിലരോട് പറയുകയാണ്, എൻ്റെ ദൈവത്തിൻ്റെ ആത്മീയ അധികാരം പ്രാപിച്ച നീ ആത്മമണ്ഡലത്തിൽ ചിലതിനോട് കൽപ്പിക്കുമ്പോൾ നിനക്ക് സഞ്ചരിച്ചു കടന്നുപോയ ആകാശിന്റെ അധികാരത്തെ, ആ ഘടികാരം തിരിഞ്ഞു കറങ്ങോ. ഈ രാത്രി ആകാശിന്റെ ഘടികാരങ്ങൾ നിന്റെ ലൈഫിൽ മുള്ളാകട്ടെ, പ്രശ്നമാകട്ടെ, ഈ രാത്രി തിരിച്ചു കറങ്ങുകയാണത്. ഓ രാമാ ശതാരിയാന്തരമനാദര. ഈ ആത്മീയ അധികാരത്തിന് നഷ്ടപ്പെട്ടു പോയ സമയത്തെയും, നഷ്ടപ്പെട്ടു പോയ കാലഘട്ടത്തെയും, നഷ്ടപ്പെട്ടു പോയ ജീവിതത്തെയും, നഷ്ടപ്പെട്ടു പോയ നന്മയെയും
അധികാരം എൻ്റെ ദൈവത്തിന് മടക്കി കൊണ്ടുവരാൻ. വിശ്വസിക്കാമോ ഈ രാത്രി? വിശ്വസിക്കുന്നവരുടെ കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ട്, കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ട്, ശക്തിയോടെ കർത്താവിനെ സ്തുതിച്ചാട്ട്. നീ ചിന്തിക്കാത്ത സമയത്ത് നിന്നെ തേടി ഒരു മറുപടി വരുന്നു. എത്ര പേർക്ക് ഈ രാത്രി അത് വിശ്വസിക്കാൻ കഴിയും? നീ ചിന്തിക്കാത്ത സമയത്ത് നീ കഴിഞ്ഞ വർഷം പ്രാർത്ഥിച്ചത്, നിന്റെ 13-ാമത്തെ വയസ്സിൽ നീ പ്രാർത്ഥിച്ചത്, നിന്റെ 15-ാമത്തെ വയസ്സിൽ നീ പ്രാർത്ഥിച്ചത്, നിന്റെ 18-ാമത്തെ വയസ്സിൽ നീ പ്രാർത്ഥിച്ച് അവസാനിപ്പിച്ചത്, ഈ ആത്മീയ അധികാരത്തിൽ നിന്ന് ഞാൻ പ്രഖ്യാപിക്കുകയാണ്, തിരിച്ചു വരിക. ഓ റാബാ ഷഹസിതിരിയ. തിരിച്ചറിയണേ, തിരിച്ചറിയണേ, നിങ്ങളുടെ അധികാരം ചെറുതല്ല. സമയത്തെയും തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. വിശ്വസിക്കാമോ? വിശ്വസിക്കാമോ? ഞാനിതെന്തിനാ ചോദിക്കുന്നതെന്ന് ചോദിച്ചാൽ, നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും ബേസിക് ആയിട്ടുണ്ടാകേണ്ടെന്ന ഒരു ക്രിസ്ത്യൻ ലൈഫിൻ്റെ ട്രൂ നേച്ചർ, ദാറ്റ് ഈസ് ഫെയ്ത്ത്. ഒരു ട്രൂ നേച്ചർ. Sometimes you can't be holy, sometimes you can't be faithful before God, but tonight God is asking you, can you believe me? Can you believe in me? എന്നിൽ നിനക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞാൽ, വിശ്വസിച്ചാൽ, if you believe you will see the glory of God. ഈ രാത്രി നീ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ മഹത്വത്തെ നീ കാണൂ. കഴിഞ്ഞ ആഴ്ചകളിൽ കേട്ട ദൂതായത്, കഴിഞ്ഞ ആഴ്ചകളിൽ കേട്ട ദൂതായത്, നിന്റെ വിശ്വാസത്തോടുള്ള ചില വാക്കുകളുണ്ടല്ലോ, അതിർവരെ വന്നു നിൽക്കുന്ന യേശുവിനെ നിന്റെ കല്ലറയ്ക്കകത്ത് കയറ്റാൻ. വിശ്വസിക്കണം ഈ രാത്രി. അത് ഇവിടെ പറയുന്നു, ഞാൻ കണ്ടു, ഞാൻ കണ്ടു. ഈ രാത്രി അവരവര് നെഞ്ചത്ത് കൈവച്ചിട്ട് വിശ്വാസത്താൽ ഒന്ന് പറയാമോ? ഞാൻ കാണും. പറഞ്ഞേ, ഞാൻ കാണും. പറയടാ, ഞാൻ കാണും. നീ സമയമെടുത്ത് കാണുമെന്ന് ചിന്തിക്കുന്നത് സമയം കുറച്ച് നീ കാണും. നിനക്ക് വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ വിശ്വസിച്ചോ. സമയം എൻ്റെ ദൈവത്തിനൊരു വിഷയമല്ല. എൻ്റെ ദൈവത്തിന് നിന്റെ സ്റ്റാറ്റസ് ഒരു വിഷയമല്ല. എൻ്റെ ദൈവത്തിന് നിന്റെ എലിജിബിലിറ്റി ഒരു വിഷയമല്ല. എൻ്റെ ദൈവത്തിന് നിന്റെ CRS സ്കോർ വിഷയമല്ല. ഇതൊന്നും എൻ്റെ ദൈവത്തിൻ്റെ മുമ്പിൽ ഡസൻറ്റ് മാറ്റർ. എൻ്റെ ദൈവത്തിൻ്റെ മുമ്പിൽ മാറ്റർ ആവുന്ന ഒരൊറ്റ കാര്യം, നീ വിശ്വസിക്കാൻ തയ്യാറായാൽ നിന്നിൽ നിന്ന് അധികാരത്തിൻ്റെ തലം പുറപ്പെടാൻ പോകുകയാണ്. നിന്റെ കുടുംബത്തിൻ്റെ അകത്തേക്ക്, നിന്റെ ജീവിതത്തിനകത്തേക്ക്, നിന്റെ ഭാവിക്കകത്തേക്ക് അധികാരത്തിന്റെ തലങ്ങളെ തുറന്നു വിടാൻ ഈ രാത്രി ദൈവസഭയെ അപ്പോയിന്റ് ചെയ്യുകയാണ് കർത്താവ്. ജീസസ് നെയിം. ജീസസ്, ജീസസ്. ഇവിടെ വാക്ക് പറയുന്നു, ഞാൻ കണ്ടു, ഞാൻ കണ്ടു. അവൻ കണ്ടതാ. അവൻ കണ്ട, നീ തിരിഞ്ഞു നോക്കണ്ട. പിന്നെ നിന്റെ ശുശ്രൂഷയിൽ നിന്നിലൂടെ വെളിപ്പെട്ടത് എൻ്റെ സ്വർഗം ഒന്ന് അഡ്രസ്സ് ചെയ്താൽ നീ പിന്നെ തിരിഞ്ഞു നോക്കേണ്ട വരത്തില്ല. നിന്റെ ശുശ്രൂഷ എൻ്റെ കർത്താവ് ഒന്ന് അഡ്രസ്സ് ചെയ്യാൻ തീരുമാനിച്ചാൽ തിരിഞ്ഞു നോക്കേണ്ട വരത്തില്ല. നിന്റെ പേരിനെ എൻ്റെ ദൈവം ഒന്ന് അഡ്രസ്സ് ചെയ്യാൻ തീരുമാനിച്ചാൽ നീ തിരിഞ്ഞു നോക്കേണ്ട വരത്തില്ല. നിന്റെ ലൈഫിനെ എൻ്റെ കർത്താവ് ഒന്ന് അഡ്രസ്സ് ചെയ്യാൻ തീരുമാനിച്ചാൽ നീ പിന്നെ തിരിഞ്ഞു നോക്കേണ്ട വരത്തില്ല. നിന്റെ ഭാവിയെ എൻ്റെ കർത്താവ് ഒന്ന് അഡ്രസ്സ് ചെയ്യാൻ തീരുമാനിച്ചാൽ നിനക്ക് പിന്നെ തിരിഞ്ഞു നോക്കേണ്ട വരത്തില്ല. ഈ രാത്രി അഭിഷേകം പ്രാപിച്ച ദൈവജനത്തോട് ആത്മാവിൽ ഞാൻ പ്രവചിച്ചു പറയാം, ദൈവം നിന്നെ കണ്ടുകൊണ്ട് സഭയുടെ മുമ്പിൽ അഡ്രസ് ചെയ്യുകയാണ്. ചില കുടുംബങ്ങളെ അഡ്രസ് ചെയ്യുന്നു. വിശ്വസിക്കുന്നവർ കരങ്ങളെ അടിച്ച് അല്പസമയം ദൂത് സ്വീകരിച്ച് ആത്മാവിൽ ആരാധിച്ചതിനെ പിടിച്ചാട്ട്.
ഷഹ ഛര വര സിധാരിയാര ലഗത്തര പ്രമരമർത്ഥന പ്രമരമറി ഘടകരഗതന. ആ 70 പേരോടുള്ള ദൂത് ഞാൻ ഈ സഭയോട് വിളിച്ചു പറയാം. 70 പേരിന്റെ സർക്കിളിനകത്ത് നിൽക്കുന്നവരെ, ഒരുപക്ഷെ നിന്നിലൂടെ വെളിപ്പെട്ട ദൈവപ്രവർത്തിയെ കൂട്ടു സഹോദരങ്ങളെന്ന് കരുതാകുന്ന 12 പേർ കണ്ടില്ല വീഴുന്ന സാത്താനെ. അവർ അതുകൊണ്ട് ഒരുപക്ഷെ നിന്നെ അംഗീകരിച്ചെന്ന് വന്നേക്കാം, അംഗീകരിച്ചില്ലെന്ന് വന്നേക്കാം. എന്നാൽ ഒരു കാര്യമുണ്ട്, 12 പേർ കണ്ടില്ലെങ്കിലും ഉയരത്തിൽ ഒരുത്തൻ കാണുന്നുണ്ട്. ഈ രാത്രി ആത്മാവിൽ വിളിച്ചു പറയാം, നിന്റെ പ്രാർത്ഥന, നിന്റെ ആരാധന, നിന്റെ ശുശ്രൂഷ ഈ രാത്രി വിശ്വസിക്കുന്നുണ്ടെങ്കിൽ പ്രഖ്യാപിക്കാത്ത മണ്ഡലത്തോട് നീ പറയുന്ന ഓരോ വാക്കിലും സ്വർഗം ചലിക്കുന്നത് അവൻ കാണുന്നു. ഈ 70 പേർക്ക് ഒത്തിരി ലിമിറ്റേഷൻസ് ഉണ്ട് കേട്ടോ. പെട്ടെന്ന് യേശുവിൻ്റെ അടുക്കിലേക്ക് ഓടിക്കയറാൻ പറ്റൂല. കാരണം 12 പേര് വട്ടം വളഞ്ഞു നിൽക്കുക. ഈ 12 പേര് കടത്തിവിടണം. അതിനൊരു തെളിവ് വചനത്തിൽ നിന്ന് പറയുന്നേ, വലിയ തിക്കിൻ്റെയും തിരക്കിൻ്റെയും ഇടയിൽ വഴിവെക്കത്തിലിരുന്ന് ഒരു കുരുടൻ ദാവീദ് പുത്രാ എന്നോട് കരുണ തോന്നണമെന്ന് വിളിച്ചു പറയുമ്പോൾ ശിഷ്യന്മാരുടെ സർക്കിൾ ആ ശബ്ദം കയറ്റിവിടാൻ തയ്യാറായില്ല. ആ സൗണ്ട് അവൻ എഴുന്നേറ്റ് പോയി യേശുവിൻ്റെ അടുക്ക്. ആ ശബ്ദം ഒരു പരിധിക്കപ്പുറം ഉയർന്നപ്പോ ശിഷ്യന്മാര് പറയാ, മിണ്ടരുത്, മിണ്ടരുത്, മിണ്ടരുത്. യേശു ഞങ്ങളുടെ ക്ലോസ്ഡ് സർക്കിളിനകത്തുള്ളതാ. ഒരുപക്ഷെ ആ 70 പേരെ ഈ 12 പേർ ഡയറക്റ്റ് അങ്ങോട്ട് കടത്തിവിട്ട് കാണത്തില്ല. പക്ഷെ ഈ 12 പേർക്ക് അറിയാത്ത ഒരു കാര്യം എൻ്റെ യേശുവിന് അറിയാം. 12 പേർ കാണാത്ത ഒരു കാഴ്ച എൻ്റെ യേശു കണ്ടു. ഈ രാത്രി ഇതിനകത്തിരുന്ന് നിങ്ങളോട് വിളിച്ചു പറയാം, നിങ്ങൾ ചിന്തിക്കുന്നവർ നിങ്ങളെ അംഗീകരിക്കണമെന്നില്ല, നിന്റെ ശുശ്രൂഷയെ അംഗീകരിക്കണമെന്നില്ല, നിന്റെ പ്രാർത്ഥനയെ അംഗീകരിക്കണമെന്നില്ല, നിന്റെ ആരാധനയെ അംഗീകരിക്കണമെന്നില്ല, നിന്റെ ഉയർച്ചയെ അംഗീകരിക്കണമെന്നില്ല, നിന്റെ വളർച്ചയെ അംഗീകരിക്കണമെന്നില്ല. എന്നാൽ അംഗീകരിക്കുന്ന ഒരുത്തൻ ഈ 12ന്റെ അകത്തുണ്ട്. അവൻ ഈ രാത്രി നിനക്ക് വേണ്ടി പുറത്തോട്ട് വരികയാ. തടഞ്ഞു വെച്ചിരിക്കുന്ന ഏത് അപ്പോസ്തലനാണേലും, തടഞ്ഞു വെച്ചിരിക്കുന്ന ഏത് അപ്പോസ്തലനാണേലും എൻ്റെ യേശുവിനെ പൊളിക്കാം. രാത്രി തിരിച്ചറിഞ്ഞോണം, അഭിഷേകമുള്ളവനെ തടയാൻ നിൽക്കല്ല, കൃപ പ്രാപിച്ചവനെ തടയാൻ നിൽക്കരുത്, തേജസ് വഹിക്കുന്നവനെ തടയാൻ നിൽക്കരുത്, ദൈവശക്തി പ്രാപിച്ചവനെ തടയാൻ നിൽക്കരുത്. അവന് ചിലപ്പോ പേര് കാണത്തില്ല, അവന് ചിലപ്പോ യൂട്യൂബ് കാണത്തില്ല, അവൻ ആകെയുള്ളത് പ്രാർത്ഥനാ മുറിയാ. അവൻ പ്രാർത്ഥനാ മുറിക്കകത്ത് കയറിയിട്ടിറങ്ങുമ്പോ ഈ അവിടെ യേശു ഒഴികെ ബാക്കി ആരും കണ്ടില്ല. എന്നാൽ യേശു പറയുന്നു, ആരും കണ്ടില്ലെങ്കിൽ പോട്ടടാ, ഞാൻ നിന്നെ കണ്ടെന്ന്. ഈ രാത്രി സഭയോട് പറയുക, ആരും കാണാതെ നീ പ്രവർത്തിച്ചത് എൻ്റെ യേശു കണ്ടു. വിശ്വസിക്കുന്നുണ്ടെങ്കിൽ രാത്രി റിസീവ് ചെയ്ത യേശു കണ്ടു, യേശു അത് കണ്ടു. സ്പിരിച്വൽ അതോറിറ്റിയെ വിറ്റ്നസ് ചെയ്യുന്നവൻ എർത്തിലല്ല ഇത് കാണുന്നേ, അവൻ സ്പിരിച്വൽ റിലത്തിൽ ഇത് കാണത്തുള്ളൂ. ആ ഒരു തലത്തിലേക്ക് 12 പേർ കയറിയോ ഇല്ലയോ എന്ന് വചനം പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് അവർക്കൊരു അഭിപ്രായവും ഇല്ല. ഈ രാത്രി ഞാനൊരു കാര്യം പറയാം, നീ കാണാത്തതിനെ കുറിച്ച് അഭിപ്രായം പറയരുത്, നീ അനുഭവിക്കാത്തതിനെ കുറിച്ച് അഭിപ്രായം പറയരുത്, നീ കേൾക്കാത്തതിനെ കുറിച്ച് അഭിപ്രായം പറയരുത്. ഇതെല്ലാം കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ഒരുത്തൻ ഇതിൻ്റെ തൊട്ടപ്പുറത്ത് നിൽപ്പുണ്ട്. അവൻ നീ പറയുന്നതും കേൾക്കും, അവൻ പറയുന്നതും കേൾക്കും.
ഈ രാത്രി ദൈവസഭയോട് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം, നിന്റെ നാവിനെ സൂക്ഷിക്കുക. അഭിഷേകത്തിനെതിരെയോ കൃപാവരങ്ങൾക്കെതിരെയോ ദൈവശക്തിക്കെതിരെയോ ദൈവിക തേജസ്സിനെതിരെയോ ദൈവിക സാന്നിധ്യത്തിനെതിരെയോ നിന്റെ കൂടിരിക്കുന്നവൻ്റെ ആരാധനയോ നിന്റെ കൂടിരിക്കുന്നവൻ്റെ പ്രാർത്ഥനയോ നിന്റെ ആത്മീക വളർച്ചയുടെ പോരായ്മ നിമിത്തം നിനക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ലെങ്കിൽ നീ വായടച്ച് പൂട്ടിയിരുന്നോണം, മേലിൽ മിണ്ടരുത്. ദൈവസഭയ്ക്കകത്ത് ഇത് കിങ്ഡം കൾച്ചറാണെന്ന് തിരിച്ചറിഞ്ഞോണം. സ്പിരിച്വൽ അതോറിറ്റിക്കകത്തൊരു കിങ്ഡം കൾച്ചറുണ്ട്, ഒരു ഹെവൻലി നേച്ചറുണ്ട്. അതിന് നീ പറയുന്ന വാക്കുകൾക്ക്, നീ ചുമ്മാ പറയുന്ന വാക്കുകൾക്ക്, നീ ചുമ്മാ ശുശ്രൂഷയെ കളിയാക്കുന്ന വാക്കുകൾക്ക്, നീ ചുമ്മാ പറയുന്ന ചില വാക്കുകൾക്കുണ്ടല്ലോ സ്വർഗത്തിൽ അക്കൗണ്ടബിളാ. ഇവിടെ ഇരിക്കുന്ന 12 അപ്പോസ്തലന്മാർ ഒരുപക്ഷെ കേട്ടില്ലായിരിക്കാം. ഞാനതിൻ്റെ ഇപ്പുറത്തെ വശമാണ് പറയുന്നത് കേട്ടോ, ഇപ്പുറത്തെ വശമാണ് പറയുന്നത്. ഈ അപ്പോസ്തലന്മാർക്ക് ഒരുപക്ഷെ വെളിപ്പെട്ടില്ലായിരിക്കാം. നീ പറയുന്ന എല്ലാ നെഗറ്റീവും പോസിറ്റീവ് കാണുന്നത് പോലെ എൻ്റെ ദൈവവും കാണും. ശ്രദ്ധിച്ചേ, ഈ ഭാഗം പഠിക്കുമ്പോൾ അടുത്ത വാക്യത്തിലാണ് കർത്താവ് പറയുന്നേ, നീ പോയ അല്പത്തിൽ നീ വിശ്വസ്തനായിരുന്നു. നീ പോയ അല്പത്തിൽ നീ വിശ്വസ്തനായിരുന്നേ. അതുകൊണ്ടാ 19-ാം വാക്യം അവനോട് പറയുന്നേ, ഇതല്ലടാ, വേറൊരു തലം ഞാൻ നിനക്ക് തുറന്നു തരും. ഒന്നിട്ടേ മക്കളെ, 19-ാം വാക്യം. ഇനി ആ വാക്യം ഒന്ന് നോക്കിക്കേ, ഇനി ആ വാക്യം ഒന്ന് വായിച്ചേ. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. ഇത് അടുത്തൊരു തലം അധികാരത്തിൻ്റെ. ഞാനൊരു കാര്യം പറയാം, പുതിയ നിയമസഭയ്ക്കടെ മേൽ വീണ ആദ്യത്തെ അധികാരം ഏതാണെന്നറിയാമോ? ദൈവമക്കളാകുവാനുള്ള അധികാരമാണ്. ഏതാണ്? ദൈവമക്കളാകുവാനുള്ള അധികാരം. ദൈവമക്കളായി തീർന്ന നിനക്ക് ഈ അധികാരം വാലിഡാണ് കേട്ടോ. നിനക്ക് ദൈവ മകനായി തീർന്ന നിനക്ക് ഈ അധികാരം വാലിഡാണ്. ഈ രാത്രി ഞാൻ അവിടെ ആത്മാവിൽ വിളിച്ചു പറയാം, നിനക്ക് എന്തൊക്കെ കഴിയുമെന്ന് ഈ വാക്യം വിളിച്ചു പറയുകയാണ്. പാമ്പുകളുടെ മേല് ഓ റബന ശാഥാലാരാധിയാര കർത്താവിനെ ഒരു കാഴ്ച കാണിക്കുന്നു. മുമ്പേ പറഞ്ഞതിൻ്റെ ഒരു ബാക്കി ഞാൻ പറയാം. വെളിച്ചത്തെ തടയുന്ന മല പോലെയുള്ള വിഷയത്തെ നീ നിന്റെ നാവ് കൊണ്ട് പറയാതെ നീ വിശ്വസിച്ച് ചിന്തിക്കുമ്പോൾ അത് നിന്റെ മുമ്പിൽ നിന്ന് മാറിപ്പോകുന്ന ഒരു തലത്തെ എൻ്റെ കർത്താവ് നിന്റെ മേൽ തുറക്കാൻ പോകുകയാണെന്ന് പറഞ്ഞാൽ എത്ര പേർ വിശ്വസിക്കും? ഈ രാത്രി നീ പറയുക പോലും വേണ്ട. ഒരു കാലഘട്ടത്തിലുള്ളവൻ അടിച്ചു തുറന്നെങ്കിൽ, അടുത്ത കാലഘട്ടത്തിലുള്ളവൻ പറഞ്ഞു തുറന്നെങ്കിൽ, അടുത്ത കാലഘട്ടത്തിലുള്ളവൻ ചിന്തിച്ചു തുറക്കും. ഈ രാത്രി നിന്നോട് പറയുന്നു, നിന്റെ ചിന്തകൾ ചിലതിനെ തുറക്കും. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. അതുകൊണ്ട് വചനം പറയുകയാണ്, പാമ്പുകളെയും തേളുകളെയും. ഇതാരോടാ പറയുന്നേ? ഈ 12 പറയുന്നേ, ഈ 70 പേരോടാ പറയുന്നേ. നീ 70 ആദ്യത്തെ സർക്കിളിനകത്ത് നീ വന്നില്ലായിരിക്കാം, ആദ്യത്തെ ആ സർക്കിളിനകത്ത് നീ കയറിയില്ലായിരിക്കാം. പക്ഷെ ഒരു കാര്യം യേശു കർത്താവ് ഉറപ്പിച്ചു പറയാം, നീ അവിടെ ചെയ്യുന്നത് കാണാൻ 12 അപ്പോസ്തലന്മാരെ ഞാൻ അയച്ചില്ല, പക്ഷേ എൻ്റെ ഒരു കണ്ണ് നിന്നോടൊപ്പം ഉണ്ടായിരുന്നു, നിന്റെ ശുശ്രൂഷയോടൊപ്പം ഉണ്ടായിരുന്നു. അതുകൊണ്ട് നിന്റെ ശുശ്രൂഷയ്ക്കകത്ത് സംഭവിച്ച മാറ്റത്തെ എനിക്കങ്ങ് ഇഷ്ടപ്പെട്ടു, എനിക്ക് ബോധിച്ചു. അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടെ തരികയാ. ഈ രാത്രി ചിലരോട് ആത്മാവിൽ ഞാൻ പറയുകയാ, ദൈവം തന്നതിന് പുറകെ കുറച്ചും കൂടെ നിനക്ക് തന്ന് ഒരു അപ്ഗ്രഡേഷൻ തരാൻ പോകുന്നു എന്ന് ചിലരോട് പ്രവചിക്കാൻ പരിശുദ്ധാത്മാവിനോട് പറയുന്നു. നിന്റെ ശുശ്രൂഷയ്ക്ക് ഒരു അപ്ഗ്രഡേഷൻ, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഒരു അപ്ഗ്രഡേഷൻ, നിന്റെ വർഷിപ്പിന് ഒരു അപ്ഗ്രഡേഷൻ, നിന്റെ ആരാധനയ്ക്ക് ഒരു അപ്ഗ്രഡേഷൻ. പക്ഷേ ഈ രണ്ടാമത്തെ സ്റ്റേജിൽ റിസ്ക് കൂടുതൽ. ഈ രണ്ടാമത്തെ സ്റ്റേജിൽ റിസ്ക് കൂടുതലാണ്. റിസ്ക് കൂടുമ്പോൾ ഭയം വരും. എന്തോ വരും? ഭയം വരും.
അതുകൊണ്ട് എൻ്റെ യേശു കർത്താവ് മറക്കാതെ അവിടെ ഒരു വാക്കെഴുതി വെച്ചു, നിനക്ക് ഒരു ദോഷവും. ഇതാരാ പറഞ്ഞേ? ആരാ പറഞ്ഞേ? ഈ രാത്രി നിങ്ങളോടത് പറഞ്ഞിട്ടുണ്ടോ? ആ വാക്ക് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ? ആ വാക്ക് എത്ര പേർക്ക് ഇവിടെ വാലിഡാണ്? എനിക്ക് വാലിഡാണ്. നിങ്ങൾക്ക് വാലിഡാണോ? നിനക്കൊരു ദോഷവും വരികയില്ല. നിന്റെ ദൃഷ്ടിയിൽ അത് ദോഷമെന്ന് നിനക്ക് തോന്നിയാൽ, എന്നാൽ അതിൻ്റെ അവസാനം ദൈവം അതിനെ അനുഗ്രഹമാക്കി മാറ്റും. നീ ഇപ്പോൾ അനുഭവിക്കുന്നത് കഷ്ടതയാണെന്ന് നിനക്ക് തോന്നിയാൽ, അത് അടുത്ത ഘട്ടത്തിൽ കാലസമ്പൂർണതയിൽ അതൊരു അത്ഭുതമായി മാറും. ഈ രാത്രി ഞാൻ ചിലരോട് പ്രവചിക്കാൻ കർത്താവിനോട് പറയുന്നു. ഇതിനെ പ്രൊഫറ്റിക്കലി കർത്താവ് തിരിക്കാൻ പോകുകയാണ്. കർത്താവ് ചിലരോട് പറയുന്നു, നീ കാണുന്നതല്ല കാഴ്ച, ഞാൻ കാണുന്നതാണ് കാഴ്ച. നീ കണ്ടത് ഭൂമിയിലുള്ളതാണെങ്കിൽ ഞാൻ കണ്ടത് ഉയരത്തിലുള്ളതാണ്. ഇതിനകത്തിരിക്കുന്ന ആത്മാവിൽ നിറഞ്ഞ ദൈവജനത്തോട് പറയുകയാ, നിനക്ക് കാണാൻ കഴിയുന്നത് ഭൂമിയിലുള്ളതാണ്. അത്ഭുതങ്ങൾ ഭൂമിയിലുള്ളതാണ്, അടയാളങ്ങൾ ഭൂമിയിലുള്ളതാണ്, വീര്യപ്രവൃത്തി ഭൂമിയിലുള്ളതാണ്. എന്നാൽ ഇതിന്റെ റൂട്ടിനെ നീ കാണുന്നില്ലേലും എനിക്ക് കാണാം. അത് കണ്ടവൻ പറയുന്നു, നിനക്കിത് പോരാ. ഓ, നിങ്ങൾക്ക് മനസ്സിലായില്ല? യേശു ആ 70 പേരെ നോക്കി പറയുക, നിങ്ങൾക്ക് തന്നത് പോരാ, ഇനിയും ഞാൻ തരാൻ പോവാന്ന്. ഈ രാത്രി ഇതിനകത്തിരിക്കുന്നവരോട് പറയുക, എൻ്റെ ദൈവത്തിന് പോരാന്ന് തോന്നിയിട്ട്, ഇതൊരു വചന വെളിപ്പാടാണ്, പോരാന്ന് തോന്നിയിട്ട് നിന്റെ മേൽ അധികം തരാൻ വിശ്വസിക്കുന്നവർ ആത്മാവിൽ അതിനെ ഏറ്റെടുക്കുക. പാവം പിടിച്ച ശിഷ്യന്മാരുടെ അടുക്ക പോയി ഡിപ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ തരാൻ പറ്റൂലെന്നേ. കാരണം അവർക്കും കൊടുത്തത് യേശുവാ. നിനക്കൊരു ഡയറക്റ്റ് ആക്സസ് ഉണ്ട് കർത്താവില്. നീ അത് തിരിച്ചറിയുന്ന നിമിഷം നീ മനസ്സിലാക്കിക്കോ, ദൈവപ്രവൃത്തി നിന്റെ വാതിൽക്കല. നീ ഡയറക്റ്റ് ആക്സസിനെ തിരിച്ചറിയരുത് എന്നുള്ളതാണ് പിശാചിന്റെ പദ്ധതി. നിന്റെ ആത്മീക അധികാരത്തെ നീ തിരിച്ചറിയരുത് എന്നുള്ളതാണ് പിശാചിന്റെ പദ്ധതി. ഈ രാത്രി മനസ്സിലാക്ക, നിനക്ക് മലയെ മാറ്റാമെങ്കിൽ, നിനക്ക് കാലത്തെ മാറ്റാമെങ്കിൽ, നിന്റെ ലൈഫിലെ പൈശാചിക മണ്ഡലം കൊണ്ടുവച്ചിരിക്കുന്ന പ്രശ്നത്തെ മാറ്റാം. ഈ രാത്രി ഞാൻ ഇങ്ങനെ പറയാ, എന്റെ ദൈവം സൃഷ്ടിച്ച മലയെ നിന്റെ വാക്കിലെ വിശ്വാസത്താൽ മാറുമെങ്കിൽ പൈശാചിക മണ്ഡലത്തിന്റെ ആധിപത്യത്തെ നീ അറിഞ്ഞെന്ന് ആത്മാവിൽ ആരാധിച്ചാൽ, ഈ രാത്രി അത് നിന്റെ ലൈഫിൽ നിന്ന് മാറിപ്പോകും. ഈ രാത്രി അത് മാറുന്നല്ലോ. പ്രാപിക്കതിനെ, ഈ രാത്രി പ്രാപിക്കതിനെ. ജീസസ് നെയിം. ഈ രാത്രി ദൈവാത്മാവ് നിങ്ങളോട് സംസാരിക്കുന്നുണ്ടോ? വിശ്വസിക്കുന്നവരെ കരം ഉയർത്തി കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. ശക്തിയോടെ കർത്താവിനെ സ്തുതിച്ചാട്ടെ. ആത്മാർത്ഥമായി കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഈ രാത്രി തിരിച്ചറിഞ്ഞോ, നീ വെറുതെ വന്നവനല്ല, നീ വെറുതെ ഇരിക്കുന്നവനല്ല. പുത്രത്വത്തിൻ്റെ ആത്മാവിനെ നിന്റെ അകത്താക്കിയിട്ടുണ്ടെങ്കിൽ ഭൂമിയിൽ പുത്രന് എന്തൊക്കെ ചെയ്യാൻ കഴിഞ്ഞോ അതിലും അധികം ചെയ്യാൻ ഈ പുത്രത്തിൻ്റെ ആത്മാവിന് നിന്റെ അകത്ത് കഴിയുമെന്ന് ഈ രാത്രി നീ തിരിച്ചറിയണം. നിന്റെ ആത്മീക അധികാരം ചെറുതല്ല, അത് പാമ്പ് കൊണ്ട് തീരുന്ന കേസല്ല, അതൊരു തേളുകൊണ്ട് തീരുന്ന കേസല്ല. ശത്രുവിൻ്റെ സകല ബലത്തെയും നിനക്ക് പിടിക്കാനല്ല, ഇടിക്കാനല്ല, നിനക്ക് ചതയ്ക്കാൻ, നിനക്ക് ചവിട്ടാൻ
ഈ രാത്രി ഞാനൊരു കാര്യം പറയാം. എന്തുകൊണ്ടാണെന്നറിയാമോ? നീ കൈവച്ചെന്തേലും ചെയ്യണമെന്ന് ദൈവം ആഗ്രഹിക്കാതെ കൃത്യമായി ഒരു പോയിന്റ് അവിടെ പറഞ്ഞു. നീ ചവിട്ടുമെന്ന്. കൈകൊണ്ട് ചവിട്ടുന്ന ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല. കാലുകൊണ്ടല്ലേ ചവിട്ടുന്നേ? എന്താ പൈശാചിക മണ്ഡലത്തോട്? എൻ്റെ ദൈവത്തിന് ഇത്രയും വലിയ പദ്ധതി. ആത്മാവിൽ കയറി നിൽക്കേണ്ട തലത്തിൽ പൈശാചിക മണ്ഡലം അതിനകത്ത് കയറിയപ്പോൾ ആത്മമണ്ഡലം വിളിച്ചു പറഞ്ഞു, നീ ഇനി മുതൽ ശാപത്തിലാകൊണ്ട് ഇനി നീ ഇഴയും. ഞാൻ പറയുന്നത് മനസ്സിലായില്ലല്ലേ? ഏദനിൽ യേശു കർത്താവ് യഹോവയായ ദൈവം ശപിക്കുമ്പോൾ പാമ്പിനോട് പറയുന്ന ശാപം എന്താ? നീ എന്ത് ചെയ്യുമെന്നാ പറഞ്ഞേ? നീ എന്ത് ചെയ്യുമെന്നാ പറഞ്ഞേ? നടക്കുന്നോ? കേട്ടില്ല. എപ്പോഴാ ഒരുത്ത എഴയാൻ തുടങ്ങുന്നേ? ആർക്കാ എഴയേണ്ട ആവശ്യം? പറഞ്ഞേ. ആരും ഇവിടെ പറഞ്ഞു കയ്യും കാലും ഇല്ലാത്തവനാന്ന്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അങ്ങനാന്ന്? എനിക്കും തോന്നുന്നു. കയ്യും കാലം ഉണ്ടെങ്കിൽ മര്യാദയ്ക്ക് നടന്നു പോവാം. ഇല്ല, കയ്യും കാലിനും ആരോഗ്യം ഇല്ലെങ്കിൽ എഴയും. സത്യമാണോ? നമ്മുടെ നാട്ടിലൊക്കെ ഈ ബിവറേജിൻ്റെ സൈഡിൽ കൂടെ എഴയാറുണ്ട്. കാര്യം എന്താ? കയ്യും കാലിനും ആരോഗ്യമില്ല, ആരോഗ്യം പോയി അതുകൊണ്ട് എഴയുന്നു. നിൽക്കാൻ വയ്യാത്തവൻ എഴയും. അപ്പോൾ ഒരു കാര്യം ആലോചിച്ചേ, നീ എന്നാ ചെയ്യുന്നേ? എഴയുവാന്നോ? നീ എന്തോ ചെയ്യുന്നേ? ഞാൻ എന്താ ചെയ്യുന്നേ? ഞാൻ നിൽക്കുന്ന ഒരുത്തൻ്റെ മുമ്പിൽ ഒരുത്തൻ എഴഞ്ഞു വന്നാൽ അവൻ്റെ ക്ലോസസ്റ്റ് ആയിട്ടുള്ള ഓർഗൻ ഏതാ? ഒന്ന് പറഞ്ഞേ. തലയോ? ഇത് കൈകുത്തിയാന്ന് നടക്കുന്നേ? ശടാ, 4 കാലോ? കാലെന്നാ പറഞ്ഞല്ലേ? സ്വത്രം. ഞാൻ കേട്ട 4 കാലെന്നാ. നാട്ടിൽ അങ്ങനത്തെ ആൾക്കാരുണ്ട്, 4-ാം കാലം നടക്കുന്നവര്. ഒന്ന് ചിന്തിച്ചേ, എഴയുന്നതിനെ നിനക്ക് അറ്റൻഡ് ചെയ്യാൻ നിന്റെ ഒരു എഫേർട്ട് പോലും ആവശ്യമില്ല. ചുമ്മാ കാലെടുത്ത് വെച്ചാൽ മതിയെന്ന്. ഞാൻ പറയുന്ന വല്ലതും മനസ്സിലാകുന്നുണ്ടോ? ചുമ്മാ കയ്യിലൂടെ അധികാരം കൈമാറുന്നതല്ലേ നീ കണ്ടിട്ടുള്ളൂ. നിന്റെ കാലിനും അധികാരമുണ്ട്. നീ കൈവച്ച് പിശാചിനെ ചതയ്ക്കാൻ വാക്കിയില്ല. നിനക്ക് ചതയ്ക്കാൻ എന്തേലും വാക്കിയുണ്ടെ കാല് വെച്ചിട്ടാ. നിന്റെ പ്രാർത്ഥനയൊക്കെ ഇടയ്ക്കൊരു ചവിട്ടൊക്കെ ചവിട്ടണം. നീ കാണത്തില്ല, മിന്നൽ പോലെ വീണത് പിടയ്ക്കുന്നുണ്ടാവും താഴെ കിടന്ന്. ചവിട്ടി അരച്ചേക്കണം. ചവിട്ടും. എത്ര പേർക്ക് ധൈര്യമുണ്ട് പറയാൻ ചവിട്ടുമെന്ന്? 19-ാം വാക്യത്തിന്റെ അവസാന വാക്യം വിശ്വസിക്കുന്നവർ പറഞ്ഞാൽ മതി. മോനെ ഒന്നിട്ട് മാറ്റല്ലേ, അത് അവിടെ തന്നെ കിടക്കണം കേട്ടോ. ലൂക്കോസ് 10:19. ലൂക്കോസ് 10:19. എന്താ വാക്യം എഴുതി വെച്ചേക്കുന്നത്? യേശു കർത്താവ് പറഞ്ഞ എന്താ വാക്ക്? നിങ്ങൾക്ക് എന്താ വരത്തില്ലെന്ന് ചിലര് പറഞ്ഞ ജലദോഷമെന്ന്. അത് പറഞ്ഞു ഇപ്പൊ ജലദോഷമായി. ജലദോഷം വരത്തില്ലെന്നല്ല എഴുതി വെക്കുന്നത്, ഒരു ദോഷവും വരത്തില്ലെന്ന്. നിന്റെ മൈനറും മേജറുമായ സകലത്തെയും എൻ്റെ ദൈവത്തിന് തൊടാൻ പറ്റുമെന്ന്. ഒരു ദോഷവും അവിടെ എഴുതി വെച്ചേക്കുന്നത് എന്തുവാ? ആ വാക്കൊന്ന് കണ്ടോ? വരുത്തുകയില്ലെന്ന്. അപ്പോൾ ഇതിൻ്റെ പിന്നിലുള്ള ഒരു സാധ്യതയാണ് ഇവന്റെ ചിന്ത. ഞാൻ ഇങ്ങനെയൊക്കെ നിന്ന ഇത് വല്ലതും വന്നാലോ? ചിലർ അതുകൊണ്ട് പ്രാർത്ഥിക്കാറ് പോലും ഇല്ല. എന്തിനാ നമ്മൾ കിടന്ന് ചുമ്മാ ആത്മാവിൽ ആരാധിച്ച് ബഹളം വെച്ച് പ്രാർത്ഥിക്കുന്നത്? നമ്മൾ പ്രാർത്ഥിച്ച ഇതെങ്ങാണം കൂടെ വന്നാലോ? ഇതെങ്ങാണം കൂടെ വന്നിട്ട് പിന്നെ ഇല്ലേ, യേശു കർത്താവ് പറഞ്ഞ പോലെ തണുപ്പ് അന്വേഷിച്ച് വേറെ 7 അങ്ങോട്ട് വിളിച്ചോണ്ട് വന്ന് ആകെ മെനക്കേടായി. 7 വേറെ വരണമെങ്കിൽ നിന്റെ ഉള്ളതൊന്ന് പോണം. സത്യമായിട്ടും അങ്ങനൊരു വളർച്ചയെങ്കിലും ഉണ്ടാവണമെങ്കിൽ എന്ത് സംഭവിക്കണം? ഉള്ള ഒരെണ്ണം പോയാലേ അടുത്ത 7 വരാൻ പറ്റുള്ളൂ. അതിനുവേണ്ടി ആരും പ്രാർത്ഥിക്കരുത് കേട്ടോ. ഞാൻ പറഞ്ഞതേ ഉള്ളൂ, ഒരു അറിവിലേക്ക്. പക്ഷെ തിരിച്ചറിഞ്ഞോ, നീ ഈ അധികാരത്തിന്റെ കീഴിലാണെങ്കിൽ നിനക്കൊരു ദോഷവും വരുത്താൻ പറ്റത്തില്ല.
ശരിക്കും ശരിക്കും വരുത്താൻ പറ്റത്തില്ല. അപ്പൊ പെട്ടെന്ന് നമുക്ക് തോന്നും. പത്രോസിനെ നോക്കിക്കേ, പത്രോസ് നേരെ ചെന്ന് ആ കടലിനകത്ത് മുങ്ങി ചാവാൻ പോവാ. ഈ മുങ്ങി ചാവാൻ പോകുന്ന ഈ സമയത്ത് പത്രോസ് ശരിക്കും ഒരു ദോഷത്തിനകത്തായില്ല. ഒരു വലിയ ദോഷത്തിനകത്ത് അവൻ വീണ പോലെ ആയില്ലേ. പക്ഷേ വചനം പറയുന്നൊരു കാര്യമുണ്ട്, നിനക്കൊരു ദോഷവും വരുത്തത്തില്ല. നിനക്ക് ദോഷം വരുന്നത് പോലെയൊക്കെ തോന്നും, ഇത് ദോഷമായി ഭവിക്കുമെന്ന് നിനക്ക് തോന്നും. നിന്നെ ഒന്ന് തോന്നിപ്പിക്കാനേ പിശാചിന് കഴിയത്തുള്ളൂ. നിന്നെ തോന്നലിട്ടൊന്ന് നിന്റെ മുഖത്തെ ഒന്ന് വാട്ടാനേ പിശാചിന് കഴിയത്തുള്ളൂ. നിന്നെ ഒന്ന് തോന്നിപ്പിക്കും നീ തകർന്നു പോയെന്ന്, നിന്നെ ഒന്ന് തോന്നിപ്പിക്കും നീ അവസാനിച്ചെന്ന്, നിന്നെ ഒന്ന് തോന്നിപ്പിക്കും സമയം കഴിഞ്ഞെന്ന്. എന്നാൽ ആത്മാവുള്ളവൻ പറയും ഒരു ദോഷവും വരുത്താൻ പറ്റത്തില്ലെന്നേ. തോന്നലുകൾ അങ്ങോട്ട് മാറി നിൽക്ക്, ഞാൻ തോന്നലിന് വിരോധമായി സംസാരിക്കും. നിങ്ങളോട് ദൈവം പറഞ്ഞിരിക്കുന്ന വാഗ്ദത്തങ്ങൾക്ക് വിരോധമായ സാഹചര്യം നിലവിൽ ഉള്ള എത്ര പേർ ഇതിനകത്തുണ്ട്? കൈ ഉയർത്തിക്കോ. ദൈവം നിങ്ങളോട് പറഞ്ഞ വാഗ്ദത്തങ്ങൾക്ക് വിരോധമായ സാഹചര്യം നിങ്ങളുടെ ലൈഫിലുണ്ട് എന്നുള്ളവർ എത്ര പേരുണ്ട്? എനിക്ക് ആ കൈ ഒന്ന് കാണണം. ആത്മാർത്ഥമായിട്ട് പൊക്കിയാൽ മതി. ചിലർക്കത് മനസ്സിലായില്ല, ഒന്നുകൂടെ പറയാം. ദൈവം നിങ്ങളോട് പറഞ്ഞ വാഗ്ദത്തത്തിന് ഓപ്പോസിറ്റായ സിറ്റുവേഷൻ ഇപ്പോൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന എത്ര പേരുണ്ട് ഇതിനകത്ത്? ഒരുപാട് പേര് അനുകൂലത്തിലാണ്. കർത്താവ് അവരുടെ കയ്യിൽ നിന്ന് ഒരു കൈവപ്പ് മേടിക്കണം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആ കൈയൊന്ന് കാണട്ടെ, കൈയൊന്ന് കാണട്ടെ. നിങ്ങളോടൊരു ദൂത് പറയട്ടെ, നിങ്ങളിലാണ് ഏറ്റവും വലിയ സാധ്യത. ദൈവപ്രവർത്തിയുടെ ഏറ്റവും വലിയ സാധ്യത നിങ്ങളിലാണ്. ദോഷം വരുത്തത്തില്ലെന്ന് യേശു കർത്താവ് പറയണമെങ്കിൽ ദോഷം വരുത്താനുള്ള വിരുദ്ധ സാഹചര്യം അവൻ്റെ ചുറ്റും ഉണ്ടാവണം. ഈ ചുറ്റുമുള്ള സാഹചര്യങ്ങളെ ഇവർ നേരിടുമെന്ന യേശുവിനൊരു വാശിയുള്ളതുകൊണ്ട് അവരോട് പറഞ്ഞു, അവൻ വരുത്തുമെന്ന് നിനക്ക് തോന്നും, ചുമ്മാ വരുത്തത്തില്ല. ഇതെപ്പോഴാ പറയുന്നതെന്നറിയാമോ? വരുത്തത്തില്ലെന്ന് ഈ ഗ്യാരണ്ടി കൊടുക്കുന്നത് ക്രൂശു മരണത്തിന് മുമ്പാണ്. കേട്ടില്ല? ഈ ഗ്യാരണ്ടി എൻ്റെ കർത്താവ് കൊടുക്കുന്നത് ക്രൂശു മരണത്തിന് മുമ്പാണ്. ക്രൂശിൽ അവൻ്റെ തലയെ ചവിട്ടി അതിന്മേൽ ജയോത്സവം കൊണ്ടാടിയ നിന്റെ മേൽ നോക്കി അവൻ പറഞ്ഞാൽ ഈ രാത്രി നിന്റെ തലം എവിടാ? നീ എവിടാ നിൽക്കുന്നേ? ഒന്ന് റിയലൈസ് ചെയ്യ് സ്പിരിച്വൽ അതോറിറ്റി എന്താണെന്ന്. ഞാൻ പറയുന്നത് മനസ്സിലായോ? ക്രൂശ് മരണത്തിന് മുമ്പ് പറഞ്ഞ വാക്കാത്. ആ വാക്കിന്റെ മേൽ 70 പേര് മിന്നൽ പോലെ സഞ്ചരിക്കാൻ തുടങ്ങി. അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും സംഭവിക്കാൻ തുടങ്ങി. തലയെ തകർത്തവൻ നിന്ന് നിന്റെ ഉള്ളിലിരുന്ന് പറഞ്ഞു, ഭയപ്പെടേണ്ട. വിശ്വസിക്കാൻ പറ്റുമോ ഈ വാക്ക്? നിനക്ക് വേണ്ടി മരിച്ചുയർത്തവൻ നിന്നോട് പറയുന്നു, ഈ അധികാരം നിന്റെ മേൽ ഉണ്ടെന്ന്, ഈ അധികാരം നിന്റെ മേൽ ഉണ്ടെന്ന്. ഞാൻ മരിച്ചതല്ലേ വെറുതെ ആയി പോകും. എന്റെ മരണം വെറുതെ ആകത്തില്ല. ഇത് ജീവനിലേക്ക്, ജീവനിലേക്ക് നിന്നെ ചലിപ്പിക്കാൻ എന്റെ മരണത്തിനും എന്റെ ഉയർപ്പിനും ആത്മീക അധികാരമുണ്ടെങ്കിൽ ഈ രാത്രി സഭയോട് പറയുന്നു, നിന്റെ മേൽ വീണിരിക്കുന്നത് അഭിഷേകമുള്ള അധികാരമാണ്. ഈ റോഡിലൂടെ പോകുമ്പോ ഏറ്റവും ഈ റോഡിൽ കാണാൻ പറ്റുന്ന ഏറ്റവും വലിയ വണ്ടി നമ്മുടെ ജെറ്റിനൊക്കെ ഓടിച്ചുകൊണ്ടിരുന്ന 53 ഫീറ്റ് ട്രക്ക അല്ലേ, ട്രെയിലർ. ഈ റോഡിൽ നോർമലി കാണാൻ പറ്റുന്ന ഏറ്റവും വലിയ വണ്ടി അതാ. അല്ലെങ്കിൽ കുറച്ചുകൂടെ കാണാൻ പെട്രോളിയൊക്കെ കൊണ്ടുപോകുന്ന 2 കണ്ടെയ്നറുള്ള വലിയ ട്രക്ക്. ഇത് എത്ര വലുതാണെങ്കിലും ഒരു പോലീസുകാരൻ അതിൻ്റെ മുമ്പിൽ കയറി നിന്ന ചലിക്കത്തില്ല. എന്താ കാര്യം?
അവൻ ഒരു വാക്ക് പോലും പറയേണ്ട കാര്യമില്ല, ഒരക്ഷരം മിണ്ടണ്ട പോലും കാര്യമില്ല. നീ എന്തിനാ ഇവിടെ നിൽക്കുന്നെന്ന് ചോദിക്കത്ത് പോലും ഇല്ല ആരും. എന്നാൽ അവൻ ആ യൂണിഫോം അരിച്ചു വെച്ച് റോഡിന്റെ മുമ്പിൽ നിന്ന ഏതേലും ലോറിയുടെ മുമ്പിലിരിക്കും. സത്യമല്ലേ? അപ്പൊ അവനാണോ അധികാരം? അവൻ ഇട്ടിരിക്കുന്നതിനാണോ അധികാരം? പറഞ്ഞേ, നീ ക്രിസ്തുവിനെ ധരിച്ചവനാ. ചിലർക്ക് മനസ്സിലായില്ല. നീ ധരിച്ചത് ഈ ലോകത്തിലെ അല്ല, ഉയരത്തിലുള്ള ശക്തി. ഈ രാത്രി സഭയെ നോക്കി ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം, നീ പ്രാപിച്ചത് ഈ ലോകത്തിന്റെ ഒരു ഗവേണിംഗ് പവർ അല്ല. നീ പ്രാപിച്ചത് സർവ്വ ലോകത്തെയും നിയന്ത്രിപ്പാനും അധികാരം വെക്കാനും അഭിഷേകത്തിൽ നിനക്ക് അതിനെ അനായാസം ഉപയോഗിക്കാനും കൃപ പ്രാപിച്ച ദൈവജനത്തിന്റെ മേൽ പകരപ്പെട്ടത് ഉയരത്തിലെ ശക്തി. അധികാരത്തെ ഒന്ന് തിരിച്ചറിഞ്ഞേ. എന്താ നാളെ ഞാന് ഉടുപ്പ് മാത്രം, എൻ്റെ കൂടെ വരണേ, ഒരു ഉടുപ്പ് മാത്രം എവിടുന്നോ എനിക്ക് കിട്ടി, പോലീസിൻ്റെ ഒരു ഉടുപ്പ്, താഴെ കൈലി, ഇത് വിട്ടുകൊണ്ട് റോഡിൽ പോയി നിൽക്കുക. എന്നെ നോക്കിയിട്ട് ആളുകൾ എന്തു പറയും? അവരാദ്യം 911 വിളിക്കും, ഇവിടെ ഇങ്ങനെ ഒരുത്തൻ നിപ്പുണ്ടെന്ന്. അപ്പൊ പാതി പോരാ. ക്രിസ്തുവിനെ ധരിക്കുമ്പോ പാതി പോരാ, മുഴുവൻ ധരിക്കണം. നീ മുഴുവൻ ധരിച്ചു എന്ന് നിനക്കറിയാമെങ്കിൽ നിനക്കൊരു ദോഷവും വരത്തില്ല. ഭാഗികമായ ധരിക്കൽ പലപ്പോഴും അപകടങ്ങളെ വിളിച്ചു വരുത്തും. ഇനി ഒരു കാര്യം കൂടെ ആ ഭാഗത്തും ചിന്തിച്ചേ, ഈ യൂണിഫോമിന്റെ ബലമാണോ ഇത്? ഈ യൂണിഫോമിന്റെ ബലമാണോ? ഈ യൂണിഫോമിന്റെ ബലമാണോ? നാളെ ഒരു കമ്പയെ കുത്തി ഒരു യൂണിഫോം കാണിച്ചു കഴിഞ്ഞാൽ ആരെങ്കിലും വണ്ടി നിർത്തുവോ? എൻ്റെ കൂടെ വന്നേ, ഇവിടുന്ന് ഇറങ്ങിപ്പോകുമ്പോൾ ഒരു യൂണിഫോം നിങ്ങളെ എടുത്ത് പോലീസിൻ്റെ ആണെന്ന് പറഞ്ഞ് കാണിച്ചാൽ നിങ്ങൾക്ക് എന്തേലും പേടി വരുമോ? പറഞ്ഞേ, എന്താ പേടി വരാത്തെ? ഇത് ധരിക്കേണ്ട പോലൊന്ന് ധരിക്കണം. ഇതൊരുത്തൻ ധരിച്ചേലേ ഇതിനകത്ത് പവർ വരത്തുള്ളൂ. എന്താ അതിൻ്റെ അർത്ഥം? എന്താ അതിൻ്റെ അർത്ഥം? ദൈവം നിനക്കും ഒരു പ്രാധാന്യം ആത്മമണ്ഡലത്തിൽ വെച്ചിട്ടുണ്ട്. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നേ? ഈ വസ്ത്രത്തിന് മാത്രമല്ല, വസ്ത്രത്തിലിരിക്കുന്ന നീയും എൻ്റെ ദൈവത്തിന് ഇമ്പോർട്ടൻ്റാ. തിരിച്ചറിഞ്ഞോണോ ഈ രാത്രി? ഈ വസ്ത്രം ഞാൻ ഊരി കാണിച്ച്, ആഹാരെ കാണിച്ച് ഒരു കമ്പിൽ ഇങ്ങനെ തൂക്കി കാണിച്ചാലും ഒരുത്തനെ നിർത്തത്തില്ല. ഇനി ഒരുത്തൻ യൂണിഫോം ഇട്ടിട്ട് എല്ലാം പെർഫെക്റ്റായിട്ട് വേറ് ചെയ്ത് നിന്നാലും ഒരുത്തൻ നിർത്തുന്നത് ആ യൂണിഫോം കണ്ട് പേടിച്ചിട്ടല്ല. അങ്ങനെയാണ് യൂണിഫോം തന്നെ കാണുമ്പോൾ പേടിക്കണം. അതിനകത്തുള്ള മനുഷ്യനെ കണ്ടിട്ടല്ല. അങ്ങനെയാണ് യൂണിഫോം ഇല്ലാത്തപ്പോഴും പേടിക്കണം. അപ്പോൾ ഇത് രണ്ടുമല്ലാത്ത വേറൊന്നിനെ പേടിക്കുന്നു. ഇതിൻ്റെ പിന്നിൽ ബാക്ക് ചെയ്യുന്നൊരു സിസ്റ്റം ഉണ്ട്. ഓ, മനസ്സിലായില്ല? ഈ യൂണിഫോമിനെ ബാക്ക് ചെയ്യുന്ന ഒരു സിസ്റ്റം ഉണ്ട്. ഈ രാത്രി അതിൻ്റെ പേരാണ് ഹെവൻ. സ്വർഗം നിന്നെ ബാക്ക് ചെയ്യുന്നുണ്ട്. നീ ചിലപ്പോ തിരിച്ചറിയത്തില്ലായിരിക്കാം, പക്ഷേ വണ്ടി നിർത്തുന്നവൻ അറിയാം ഇവന്റെ പിന്നിൽ പുറകെ ചോദിക്കാൻ ആളുണ്ട്. ഇവന്റെ പിന്നിൽ ഇവനെ തൊട്ടാൽ വരാൻ ആളുണ്ട്. ഇവനെ ചേസ് ചെയ്യാൻ പറ്റത്തില്ല, ഇവനെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റത്തില്ല, ഇവനെ പിടിക്കാൻ പറ്റത്തില്ല, ഇവനെ ഹർട്ട് ചെയ്യാൻ പറ്റത്തില്ല, ഇവനെ ഒരു ദോഷവും വരുത്താൻ പറ്റത്തില്ല. ഇതിന്റെ പുറകെ വരുന്ന ഒരു സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റത്തിന്റെ പേര് ഹെവൻലി കിങ്ഡം.
ഈ രാത്രി സ്വർഗീയമായ രാജത്വം പ്രാപിച്ച നീ തിരിച്ചറിയ, നിന്നെ ബാക്ക് ചെയ്യുന്നത് സ്വർഗമാണ്. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നേ? അപ്പൊ യൂണിഫോമിലല്ല കാര്യം, വ്യക്തിയിലും അല്ല കാര്യം. നിന്നെ ബാക്ക് ചെയ്യുന്ന ഒരാളുണ്ട്. നിന്നെ ബാക്ക് ചെയ്യുന്ന ആരാ? ഒന്ന് പറയാമോ ഈ രാത്രി? അവന്റെ പേര് ഈ രാത്രി ഒന്ന് ഉറക്കം വിളിച്ചു പറയാമോ? പിശാച് വിറയ്ക്കട്ടെ ഈ രാത്രി. എത്ര നിനക്ക് തൊണ്ട തുറന്നൊന്ന് പറയാം, നിന്റെ വാ തുറന്ന് പറയാം. വായിക്കിടക്കുന്ന പല്ല് തെറിച്ചു പോകത്തൊന്നുമില്ല. ഒന്ന് വിളിച്ചു പറ, യേശു. എൻ്റെ മാമൻ്റെ മോൻ്റെ പേര് പറയാനല്ല പറഞ്ഞേ, എൻ്റെ കൊച്ചിൻ്റെ പേര് പറയാനല്ല പറഞ്ഞേ, നിനക്ക് ചോര തന്ന് വീണ്ടെടുത്ത എൻ്റെ അപ്പൻ്റെ പേര്. ഈ നാമം കേട്ടാൽ ഒരു പ്രത്യേകത കൂടെ, വിറയ്ക്കും വിറയ്ക്കും വിറയ്ക്കും. രാത്രി നിന്നെ നോക്കി പറയാൻ ഞാൻ, പ്രവചിക്കാൻ ഞാൻ. ഇന്നലെ വരെ നിന്നെ ചില പേര് പറഞ്ഞ്, ചില അനുഭവങ്ങൾ പറഞ്ഞ്, ചില അവസ്ഥകൾ പറഞ്ഞ് നിന്നെ വിറപ്പിച്ചെങ്കിൽ ആ സാഹചര്യത്തെ നോക്കി രാത്രി ഞാൻ പറയുന്ന ഒറ്റ വാക്ക്, യേശു. നിന്റെ എല്ലാ പോരായ്മയ്ക്കും, നിന്റെ എല്ലാ ഇല്ലായ്മയ്ക്കും, നിന്റെ എല്ലാ പരാജയത്തിനും, നിന്റെ എല്ലാ വിജയത്തിനും, നിന്റെ എല്ലാ ഉയർച്ചയ്ക്കും, നിന്റെ എല്ലാ താഴ്ചയ്ക്കും, നിന്റെ എല്ലാ ആരോഗ്യത്തിനും, നിന്റെ എല്ലാ അനാരോഗ്യത്തിനും, നിന്റെ എല്ലാ നഷ്ടത്തിനും, നിന്റെ എല്ലാം ലാഭത്തിനും ഒരേ ഒരു ഉത്തരം, എന്റെ യേശുവാ. ജീസസ്. അവനിൽ മാത്രം ഇതിനെല്ലാം പരിഹാരമുള്ളതേ. അവനിൽ മാത്രമേ ഇതിന് പരിഹാരമുള്ളൂ. ഒന്നുകൂടെ ശ്രദ്ധിക്കാവോ? അല്പം കൂടെ പറയട്ടെ. സന്തോഷമുണ്ടോ? സന്തോഷമുണ്ടോ? ഞാൻ കുറച്ചു നേരം ഇവിടെ നിന്നോട്ടെ. നിങ്ങൾ പറഞ്ഞാലേ ഞാൻ നിൽക്കുകയുള്ളൂ. ഞാൻ ഉദ്ദേശിച്ചൊന്നുമല്ല പറയുന്നേ. കർത്താവ് പറയുക, കർത്താവുമായിട്ട് അങ്ങനെ ഒരു എഗ്രിമെന്റ് നിൽക്കുക. കർത്താവ് പറയുന്നത് നിങ്ങളോട് പറയാൻ. തിരിച്ചറിഞ്ഞോ? നമ്മളല്ല കാര്യം, നമ്മളെ ബാക്ക് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ്. That system is not visible to the naked eye. സാധാരണ നഗ്ന നേത്രങ്ങൾക്ക് ആ സിസ്റ്റം വിസിബിൾ അല്ല. But people will understood there is a system backing him. അവനെ ഒരു സിസ്റ്റം ബാക്ക് ചെയ്യുന്നുണ്ടെന്ന് സകലർക്കും അറിയാം. ഏതെങ്കിലും പോലീസുകാരൻ അവൻ്റെ മേളിൽ ഒരു ഹെഡ് ക്വാർട്ടർ ഉണ്ടെന്ന് പറഞ്ഞ് ബോർഡ് വെച്ചുകൊണ്ട് നടക്കുന്ന കണ്ടിട്ടുണ്ടോ? ഇല്ല ഇല്ല. അവനത് വെച്ചുകൊണ്ട് നടക്കേണ്ട കാര്യമില്ല. കാരണം അവൻ ഇറങ്ങി നിന്നാൽ അവന് വേണ്ടി നിൽക്കുമെന്ന് അവൻ എഗ്രിമെന്റ് ചെയ്ത ഒരു അതോറിറ്റി ഉണ്ട്. അവൻ്റെ മേളിൽ ഒരു അതോറിറ്റി ഉണ്ട്. ഈ രാത്രി നിന്നെ നോക്കി പറയാം, നീ ഒറ്റയ്ക്കല്ല. നിന്റെ മേളിൽ ഒരു അതോറിറ്റി ഉണ്ട്. നിന്റെ അതോറിറ്റിക്ക് മേളിൽ ഒരു അതോറിറ്റി ഉണ്ട്. ആ അതോറിറ്റിയുടെ പേര് ജീസസ് ക്രൈസ്റ്റ്. ആ അതോറിറ്റിയുടെ പേര് യേശു ക്രിസ്തു എന്നാണ്. നിന്നെ ബാക്ക് ചെയ്യുന്നത് ആ അതോറിറ്റി ആകൊണ്ട് പൈശാചിക മണ്ഡലത്തിന് നിന്നെ ഒന്ന് ഹെർട്ട് ചെയ്തേക്കാമെന്ന് തോന്നിപ്പിക്കാം. എന്നാൽ തൊടാൻ കഴിയാത്ത വിധം നിന്നെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു ഹെവൻലി അറ്റ്മോസ്ഫിയർ ഉണ്ട്. അതുകൊണ്ട് യേശു കർത്താവ് പറഞ്ഞു, നിനക്കൊരു ദോഷവും. അടുത്തിരിക്കുന്നവർക്ക് കൈ കൊടുത്തിട്ട് പറയാമോ, നിനക്കൊരു ദോഷവും വരുത്തുകയില്ല. നിനക്കൊരു ദോഷവും വരുത്തുകയില്ല. നിനക്കൊരു ദോഷവും വരുത്തുകയില്ല. ഈ രാത്രി ഇവിടെ ഇത് നിങ്ങൾ പറയുമ്പോൾ ഇവിടെ സംഭവിച്ചത്, നിങ്ങൾ കാണാത്ത ഒരിടത്ത് നിങ്ങളെ ഭയപ്പെടുത്തുന്ന ഒരു സിറ്റുവേഷൻ ബ്രേക്കായി.
നിങ്ങൾക്കൊരു ദോഷവും വരുത്തത്തില്ലെന്ന് നിങ്ങൾക്ക് എത്ര പ്രാവശ്യം പറയാൻ പറ്റും? എത്ര പ്രാവശ്യം പറയാൻ പറ്റും? എനിക്കൊരു ദോഷവും വരുത്തത്തില്ലെന്നാ എത്ര പ്രാവശ്യം പറയാൻ പറ്റും? നീ ഓരോ പ്രാവശ്യം പറയുമ്പോഴും ഓരോന്ന് വെട്ടേറ്റ് വീഴുകയാ. നീ ഓരോ പ്രാവശ്യം പറയുമ്പോഴും ഓരോന്ന് വീഴുകയാ. നീ ഓരോ പ്രാവശ്യം പറയുമ്പോഴും ഓരോന്ന് പരാജയപ്പെടുകയാ. നീ ഓരോ പ്രാവശ്യം പറയുമ്പോഴും ഓരോന്നിൻ്റെ മേൽ നീ ചവിട്ടുകയാ. നീ ഓരോ പ്രാവശ്യം ആരാധിക്കുമ്പോൾ ഓരോന്ന് തോൽക്കുകയാണ്. നീ ഓരോ പ്രാവശ്യം പ്രാർത്ഥിക്കുമ്പോൾ ഓരോന്ന് വീഴുകയാണ്. ഓരോ പ്രാവശ്യം ആരാധിക്കുമ്പോൾ ഓരോന്ന് പരാജയപ്പെടുകയാണ്. നീ ഓരോ പ്രാവശ്യം ആരാധിക്കുമ്പോൾ ഓരോന്ന് നിന്നിൽ നിന്ന് ഓടിപ്പോകുകയാണ്. വിശ്വസിക്കുന്നവർ കരങ്ങളെ അടിച്ച് ആത്മാവിൽ അധികാരത്തോടെ കൽപ്പിക്കുക. അധികാരത്തോടെ കൽപ്പിക്കുക. ഹുഡബലഗരഗ ശബരമനംദേ ശാധാരഗ സിധിരിയാദ. ജീസസ്, ജീസസ്. ആത്മീയ അധികാരമുള്ളവൻ ഒറ്റയ്ക്കാണെന്ന് തോന്നുമ്പോൾ പൈശാചിക മണ്ഡലത്തിന് ഒരു തോന്നൽ വരും, ഇവനെ വെട്ടിച്ചോടിക്കളയാവുന്ന. പോലീസൊക്കെ ഒറ്റയ്ക്കൊരിടത്ത് നിൽക്കുകയാണ്, വണ്ടിയുമായി ഒത്തിരി അകന്നു നിൽക്കുകയാണ് പോലീസെങ്കിൽ പോലീസ് കൈ കാണിച്ചാലും ചില പുള്ളികൾ നിർത്തുകയില്ല. അവനറിയാം ഇവൻ അവൻ്റെ അധികാരമുള്ള വാഹനത്തിൽ നിശ്ചിത ദൂരെയാ. ഇവൻ അവിടുന്ന് ഓടി ഈ വാഹനത്തിലെത്തുന്നത് എൻ്റെ രക്ഷപ്പെടാനുള്ള സമയമാണ്. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് പോലീസുകാരൻ ഈ അധികാരമുള്ള വാഹനത്തിൻ്റെ അടുക്കൽ നിന്ന് ഒത്തിരി ദൂരെ മാറി ഇന്ന് കൈ കാണിച്ചാലും നിർത്തിയില്ലെങ്കിൽ ഇവന് ചെയ്യുന്നതിനൊരു പരിധിയുണ്ട്. ഇവൻ പുറകെ ഓടുന്നതിനൊരു പരിധിയുണ്ട്. എന്നാൽ ഇവൻ ആ വാഹനത്തിനകത്ത് വണ്ടിയുമായി കൊണ്ട് വട്ടം വച്ചാൽ അവനറിയാം എനിക്ക് ഓടാൻ പറ്റൂല, ഇവൻ എന്നെ ചേസ് ചെയ്യുമെന്ന്. ഈ രാത്രി ഞാൻ നിന്നോടൊരു കാര്യം പറയാം. സ്വർഗത്തിൽ നിന്ന് അകലരുത്, ദൈവകൃപയിൽ നിന്ന് അകലരുത്, അഭിഷേകത്തിൽ നിന്ന് നീ അകലരുത്, ദൈവശക്തിയിൽ നീ അകലരുത്. നീ അകലുന്നു എന്ന് കണ്ടാൽ നീ ഒറ്റയ്ക്കാണെന്ന് പൈശാചിക മണ്ഡലത്തിന് മനസ്സിലാവും. നീ ഒറ്റയ്ക്കാണെന്ന് പൈശാചിക മണ്ഡലത്തിന് മനസ്സിലായാൽ അവൻ നിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് നീ പ്രാർത്ഥിച്ചാലും നീ ആരാധിച്ചാലും നീ എന്നാ ചെയ്താലും അതവിടെ നിൽക്കത്തില്ല, നിന്നെ കടന്നു പോകും. എന്നാൽ നീ ആ വാഹനത്തിനകത്തായിരിക്കുന്നതെന്നും നീ പോലും ഇറങ്ങണ്ട, നിന്നിൽ നിന്ന് ആ ലൈറ്റ് വരുമ്പോൾ തന്നെ ദൂരത്തു നിന്ന് കാണുന്നവൻ ലിമിറ്റ് ചെയ്യുവൻ്റെ സ്പീഡ്. ഈ രാത്രി ഞാൻ ആത്മാവിൽ പറയാം, നീ ഇരിക്കേണ്ടിടത്തിരുന്നാൽ, നീ പ്രാർത്ഥിക്കേണ്ട പോലെ പ്രാർത്ഥിച്ചാൽ, നീ ആരാധിക്കേണ്ട പോലെ ഒന്ന് ആരാധിച്ചാൽ, നീ അഭിഷേകത്തിൽ നിൽക്കേണ്ട പോലെ നീ അഭിഷേകത്തിൽ നിന്നാൽ, കൃപയിൽ ജ്വലിക്കേണ്ട പോലെ ഒന്ന് കൃപയിൽ ജ്വലിച്ചാൽ, ഈ രാത്രി ആത്മാവിൽ വിളിച്ചു പറയാം, നിന്നെ തടഞ്ഞു നിർത്താൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. പക്ഷെ നിന്റെ അഡ്വാൻറ്റേജ് നിനക്ക് എതിരെ വരുന്നതിനെ നിനക്ക് തടഞ്ഞു നിർത്താം. എന്നാൽ അവന് തോന്നി നിന്നെ ഒന്ന് വെട്ടിച്ചിട്ട് പോകാമെന്ന്. പക്ഷേ നിന്നെ ബാക്ക് ചെയ്യുന്ന ഒരു സിസ്റ്റം ഉണ്ട്, അതതിനെ ചേസ് ചെയ്യും. ഈ രാത്രി ദൈവസഭയുടെ ആത്മാവിൽ ഞാൻ വിളിച്ചു പറയുക, നിനക്ക് കഴിയാത്തതിനെ നിനക്ക് വേണ്ടി സ്വർഗം ചേസ് ചെയ്യാൻ പോകുകയാണ്. വിശ്വസിക്കാമോ? ഓ ജീസസ്, വിശ്വസിക്കാമോ? വിശ്വസിക്കാമോ? സ്വർഗം നിനക്ക് വേണ്ടി സഞ്ചരിക്കുമെന്ന്. ഇതിനകത്ത് എത്ര പേർക്ക് വേണ്ടി സ്വർഗം സഞ്ചരിച്ചിട്ടുണ്ട് ഇന്നലകളിൽ? എനിക്ക് അവരുടെ കരം ഒന്ന് കാണണം, എനിക്ക് അവരുടെ കരം ഒന്ന് കാണണം. ഇതുവരെ എൻ്റെ ജീവിതത്തിൽ സ്വർഗം എനിക്ക് വേണ്ടി സഞ്ചരിച്ചത് ഞാൻ അറിഞ്ഞിട്ടില്ല എന്ന് ഉള്ളവർ ഒന്ന് കരം ഉയർത്താവോ? പ്രാർത്ഥിക്കാനാ, കുറ്റമായിട്ട് പറഞ്ഞല്ല കേട്ടോ, റിയലൈസ് ചെയ്യണം. സ്വർഗം നിന്നെ ബാക്ക് ചെയ്യുന്നത്, സ്വർഗം നിന്നെ ബാക്ക് ചെയ്യുന്നത് നീ അറിഞ്ഞാലുണ്ടല്ലോ, നീ പിന്നെ വെറുതെ ഇരിക്കത്തില്ല. നിനക്ക് തീഷ്ണത ഉണ്ടാകും. നീ
ഒറ്റയ്ക്കാന്ന് തോന്നുമ്പോൾ നിനക്ക് മടുപ്പ് വരും. എന്നാൽ നിന്റെ കൂടെ ഒരാളുണ്ടെന്നറിഞ്ഞാൽ നീ നെഞ്ചും വിരിച്ചു നടക്കും. ഈ രാത്രി ഇതിനകത്തിരിക്കുന്നവരോട് ഞാൻ ആത്മാവിൽ പറയാം, നിന്നെ ഭയപ്പെടുത്താൻ പദ്ധതികളുമായി വരുമ്പോൾ നിന്റെ അകത്തിരിക്കുന്നവൻ നിന്നിൽ നിന്ന് പുറത്തിറങ്ങി നിന്നെ കവർ ചെയ്യും. അതുവരെ ലോകത്തിന് ഈ അകത്തിരിക്കുന്നവനെ കാണാൻ കഴിയത്തില്ല. അതുവരെ ലോകത്തിന് ഇവന്റെ അകത്തെന്താ ഉള്ളതെന്ന് കാണാൻ കഴിയത്തില്ല. വൺസ് നീ വീഴുമെന്ന് കാണുമ്പോൾ, വൺസ് നീ തകരുമെന്ന് കാണുമ്പോൾ, ഇവന്റെ അകത്തിരിക്കുന്ന ആത്മശക്തി പുറത്തിറങ്ങി ഇവനെ വട്ടം പിടിക്കൂ. ഈ രാത്രി ചിലരോട് ആത്മാവിൽ പറയുക, ഇന്നലകളിൽ നിന്നെ കവർ ചെയ്ത ദൈവശക്തി, ഇന്നലകളിൽ നിന്നെ പ്രൊട്ടക്ട് ചെയ്ത ദൈവശക്തി ഇന്നും അവന്റെ കൈ കുറുകിയിട്ടില്ല, അവന്റെ ചെവി മന്ദമായിട്ടില്ല, അവന്റെ കണ്ണ് കാണാതെ ഇരുട്ടടഞ്ഞിട്ടില്ല. ഈ രാത്രി തിരിച്ചറിഞ്ഞോ, നിനക്ക് വേണ്ടി ബാക്ക് ചെയ്യുന്നൊരു സ്വർഗമുണ്ട്. നിങ്ങൾ എപ്പോഴേലും കണ്ടിട്ടുണ്ടോ ചെറിയ ചെറിയ സിറ്റുവേഷനിൽ 1000 പോലീസ് വരുന്നത്? ഇല്ലല്ലേ. ആ സിറ്റുവേഷൻ എത്രമാത്രം വലിപ്പമായതിനു ശേഷമല്ല ഈ പോലീസ് ഒന്നും വരുന്നത്. ഈ പോലീസ് പ്രിപ്പയർഡ് ആയിട്ട് ഹിഡൻ സ്പോട്ടുകളിൽ കാണും. അങ്ങനൊരു പ്രശ്നം അവിടെ നിൽക്കുന്ന ആളുകളുടെ മുമ്പിൽ കാണുന്ന ആ ചെറിയ കൂട്ടത്തിന് നിയന്ത്രിക്കാൻ കഴിയത്തില്ലെന്ന് കാണുമ്പോൾ ആരും വിളിക്കണ്ട, അവൻ സൈറനിട്ട് അവിടെ വരും. അവൻ ലൈറ്റ് മിന്നിച്ചവിടെ പറന്നു വരും, ബ്ലോക്ക് ചെയ്യും സകല വഴികളും. നിന്നെ ഹേർട്ട് ചെയ്യാൻ നോക്കിയത് നിന്റെ നടുവിൽ നിന്ന് നിന്നെ ഊരിക്കൊണ്ടുപോകും. ഈ രാത്രി ഞാൻ ഇത് പറയുന്നത് വെറുതെ അല്ല, ഇത് ഞാനൊരു വെളിപ്പാട് കണ്ടിട്ടാ പറയുന്നേ. നീ ചിന്തിച്ചു നീ അവസാനിക്കുമെന്ന്, നീ ചിന്തിച്ചു എല്ലാം തീർന്നെന്ന്, നീ ചിന്തിച്ചു എല്ലാം ഇതോടെ അവസാനിച്ചെന്ന്. എന്നാൽ സ്വർഗം പറയുന്നു, ഹിഡൻ സ്പോട്ടിൽ നിനക്ക് പ്രൊട്ടക്ഷനായി ഒരു കൂട്ടത്തെ ഞാൻ വെച്ചിട്ടുണ്ട്. അവരെപ്പോഴും റിവീൽ ആവത്തില്ല. When there is a need, when there is a need, when there is a need, എവിടെ ഒരാവശ്യം വരുമോ അവിടെ നീ വിളിക്കാതെ അവൻ ആകാശം ചായിച്ചിറങ്ങൂ. ഈ രാത്രി സഭയോട് ആത്മാവിൽ പ്രവചിച്ചു പറയാം, ഈ ആഴ്ചയിൽ ചിലരുടെ ജീവിതത്തിനകത്ത് ദൈവം ആകാശം ചായിച്ചിറങ്ങിയത് നിങ്ങൾ കാണാൻ പോകുകയാണ്. വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആമേൻ പറഞ്ഞ് സ്വീകരിക്കാം. എനിക്ക് ഈ മെസ്സേജ് ഇപ്പം നിർത്താം, ഒരു പ്രശ്നമില്ല. പക്ഷെ പരിശുദ്ധാത്മാവ് എന്നെ ഒരു കാര്യം വീഴുന്നതെന്നെ കാണിക്കും. അത് കാണുമ്പോൾ ഞാൻ നിർത്താം. ഇന്നിവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാര്യത്തിൻ്റെ റിസൾട്ട് എത്രമാത്രം വലുതാണെന്ന് വരും ദിവസങ്ങളിൽ സഭ കാണും. ഇതൊരു സാധാരണ ഉപവാസ പ്രാർത്ഥന മാസത്തിൻ്റെ എല്ലാ 1ാമത്തെ ആഴ്ചയിലും നടക്കുന്ന ഒരു സംവിധാനമല്ല. ഇതൊരു സ്പെഷ്യലാണ്. അത് അച്ഛൻ പ്രസംഗിക്കുന്നുണ്ടാണോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും അല്ല, ദൈവത്തിൻ്റെ സമയമായത്, ദൈവത്തിൻ്റെ സമയമായത്, ദൈവത്തിൻ്റെ സമയമാണിത്. ദൈവത്തിൻ്റെ സമയം ചിലരെ ഫോളോ ചെയ്യുകയാണ്. അല്പസമയം ആത്മാവിലൊന്ന് പ്രാർത്ഥിക്കാമോ? ആത്മാവിലൊന്ന് പ്രാർത്ഥിക്കാമോ?
ആത്മാവിലൊന്ന് പ്രാർത്ഥിക്കാമോ? ആത്മാവിലൊന്ന് പ്രാർത്ഥിക്കാമോ? നിനക്കൊന്നും കാണാൻ പറ്റുന്നില്ലല്ലേ? എങ്കിലും നീ വിശ്വാസത്തോടെ എന്തോ സംഭവിക്കുന്നുണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട് നീ അങ്ങ് പ്രാർത്ഥിച്ചോ. നിനക്കൊന്നും കേൾക്കാൻ കഴിയുന്നില്ലല്ലേ? എന്തോ സംഭവിക്കുന്നുണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട് നീ പ്രാർത്ഥിച്ചോ. നിനക്കൊന്നും അറിയാൻ കഴിയുന്നില്ലല്ലേ? ആത്മമണ്ഡലത്തിൽ എന്തോ സംഭവിക്കുന്നുണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട് നീ പ്രാർത്ഥിച്ചോ. ചിലത് തിരിയുകയാണ്. ചില ചക്രങ്ങൾ തിരിയുന്നല്ലോ. ചില ചക്രങ്ങൾ തിരിയുന്നല്ലോ. ചില ചക്രങ്ങൾ തിരിയുന്നല്ലോ. ചില ചക്രങ്ങൾ തിരിയുന്നല്ലോ. പത്രോസെ, നിന്നെ മുക്കിക്കളഞ്ഞ ചെങ്കടലിന്, മുക്കിക്കളഞ്ഞ തിബരിയാസിന്, നിന്നെ മുക്കിക്കളഞ്ഞ കടലിന്, മുക്കിക്കളഞ്ഞ വെള്ളത്തിന് ഒരു കാരണവശാലും നിന്റെ മടക്കയാത്രയിൽ മുക്കാൻ കഴിയത്തില്ല. നിന്നെ ബാക്കി ചെയ്യുന്ന യേശുണ്ട്. ദൈവസഭ പ്രാർത്ഥിച്ചു. ആരും കണ്ണു തുറന്നിരിക്കല്ലേ? ഒരു മനുഷ്യന് ഇതിനകത്ത് കണ്ണു തുറന്നിരിക്കല്ലേ? ഇപ്പോൾ ദൈവാത്മാവ് നിങ്ങളെ ശുശ്രൂഷിക്കുകയാണ്. Holy Spirit is ministering you. Holy Spirit is ministering you. Holy Spirit is ministering you. നിങ്ങളുടെ ഇടവും വലവുള്ളവരെ നോക്കരുത്. ആത്മാവിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ആത്മാവിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ആത്മാവിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾ പറ കൽപ്പിക്കുക. കർത്താവിനോട് നിർബന്ധിക്കുന്നുണ്ട്. ഒരൊറ്റ വാക്കൂടെ പറഞ്ഞ് ഞാൻ അവസാനിക്കാം. യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായം. ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവീൻ, പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ, എന്നാൽ അവൻ നിങ്ങളെ ബി അലൈൻ വിത്ത് ദ ഫേവർ ഓഫ് ഈവിൾ സ്പിരിറ്റ്. യു ഹാവ് ടു ഡിഫെൻഡ് yourself before the circumstances which you are facing. When you are start facing that, God will enabling you to defeat over that spirit. ഈ രാത്രി തിരിച്ചറിഞ്ഞോണം, നിങ്ങൾ ഈ സാഹചര്യത്തെ നേരിടുമ്പോൾ എതിരിടാൻ തയ്യാറാകണം. ഓടരുത്. അവനാണ് ഓടേണ്ടത്. എന്താ ചെയ്യേണ്ടത്? അവന് ഓടണം. സാഹചര്യം വരുമ്പോൾ ഞാൻ ഓടരുത്, അവനോടണം. അവനോടണമെങ്കിൽ നിന്നിൽ ഒരു സ്പിരിച്വൽ അതോറിറ്റി ഉണ്ടാവണം. ഈ രാത്രി നിന്നെ ദൈവാത്മാവ് ഇനേബിൾ ചെയ്തിരിക്കുകയാണ്. അതിനുവേണ്ടി വിശ്വസിക്കുന്നവർ ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് അധികാരത്തെ കൊതിക്കുന്ന എത്ര പേരുണ്ട്? അക്കാരം താഴ്ത്തിയിടല്ലേ. നിന്റെ ഒരു കൈ കഴിക്കുമ്പോൾ മറ്റേ കൈ ഉയർത്തിപ്പിടിച്ചോണം.
രാജ്യങ്ങൾ പരാജയപ്പെട്ടിട്ടുണ്ട് ഒരു കൈ ഉയർത്തിപ്പെട്ട ദൈവമനുഷ്യൻ മുഖാന്തരം. നിന്റെ ഇമാജിനേഷനെ കാട്ടി വലുതാകട്ടോ നിന്റെ കൈ നിന്റെ തലയ്ക്ക് മീതെ ഒന്ന് ഉയരുന്നത്. നിന്റെ തലയ്ക്ക് മീതെ നിന്റെ കൈ ഉയരുമ്പോൾ നീ ചിന്തിച്ചു യൂഷ്വലായിട്ട് പറയുന്നതാണെന്ന്. നോ നോ, നീ വിറ്റ്നസ് ചെയ്യുകയാണ്, നീ ഡിക്ലെയർ ചെയ്യുകയാണ് ആത്മമണ്ഡലത്തോട്. ഇന്നലത്തെ ഞാനല്ല ഇത്, കഴിഞ്ഞ മണിക്കൂറുകളിലെ ഞാനല്ല ഇത്, എൻ്റെ അധികാരത്തെ തിരിച്ചറിഞ്ഞ ഞാനാണിത്. എൻ്റെ അധികാരത്തെ തിരിച്ചറിഞ്ഞതാണ് ഞാൻ. ഈ രാത്രി അത് വിശ്വസിക്കുന്നുണ്ടോ? വിശ്വസിക്കുന്നുണ്ടെങ്കിൽ പ്രാർത്ഥിക്കുക. വായികളെ തുറന്ന് പ്രാർത്ഥിക്കുക, വായികളെ തുറന്ന് പ്രാർത്ഥിക്കുക, വായികളെ തുറന്ന് പ്രാർത്ഥിക്കുക, വായികളെ തുറന്ന് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ അവയവങ്ങളുടെ മേൽ അധികാര കൈമാറ്റങ്ങൾ നടക്കുന്നു എന്ന് പരിശുദ്ധാത്മാവിനോട് പറയാൻ പറയുന്നു. പരിശുദ്ധാത്മാവിനോടത് പറയാൻ പറയുന്നു. അവയവങ്ങളുടെ മേൽ അധികാരം, കൈകളുടെ മേൽ, കാലുകളുടെ മേൽ, നിങ്ങളുടെ കണ്ണുകളുടെ മേൽ, കാതിൻ്റെ മേൽ, നാവിൻ്റെ മേൽ, നിങ്ങളുടെ നിഴൽ സഞ്ചരിക്കുന്ന അധികാരത്തിൻ്റെ തലം ദൈവാത്മാവ് നിങ്ങളിൽ നിന്ന് പുറപ്പെടുവിക്കാൻ പോകുന്നു എന്ന് ചുറ്റുമുള്ളതൊന്നും നോക്കരുത്. ഈ രാത്രി നിങ്ങൾ വിശ്വാസത്തോടെ പറ, ഞാൻ ഉപയോഗിക്കപ്പെടും, ഞാൻ ഉപയോഗിക്കപ്പെടും. എൻ്റെ കൈകൾ ഉപയോഗിക്കപ്പെടും, എൻ്റെ കാലുകൾ ഉപയോഗിക്കപ്പെടും, എൻ്റെ കണ്ണുകൾ ഉപയോഗിക്കപ്പെടും, എൻ്റെ അധരം ഉപയോഗിക്കപ്പെടും, എൻ്റെ നാവ് ഉപയോഗിക്കപ്പെടും. ഈ രാത്രി ഇതൊക്കെ ഡിക്ലെയർ ചെയ്യേ, ഡിക്ലെയർ ചെയ്യേ. Declare over your circumstances. Declare over your circumstances. It doesn't matter what you are going through. It doesn't matter what is the situation you are going through. It matters only what you believe. It matters only what you believe. ഈ രാത്രി നീ എന്ത് വിശ്വസിക്കുന്നു അതാ ഇവിടെ വിഷയം. നീ ഇന്ന് രാത്രി വിശ്വസിക്കുകയാണ് ചിലത് സംഭവിക്കുമെന്ന് വിശ്വസിച്ചാൽ ഇത് ചിലത് സംഭവിക്കും. ഈ രാത്രി നീ വിശ്വസിക്കുകയാണ് അത്ഭുതം സംഭവിക്കുമെന്ന് വിശ്വസിച്ചാൽ അത്ഭുതം സംഭവിക്കാതെ തരമില്ല. അടയാളം സംഭവിക്കുമെന്ന് നീ വിശ്വസിച്ചാൽ അടയാളം സംഭവിക്കാതെ തരമില്ല. വീര്യപ്രവൃത്തി നടക്കുമെന്ന് നീ വിശ്വസിച്ചാൽ അത് സംഭവിക്കാതെ തരമില്ല. വിശ്വാസത്തിൽ എന്നും മുന്നേറും ഞാൻ, വിശ്വാസത്താൽ എല്ലാം ചെയ്തിടും ഞാൻ. വിശ്വാസത്തിൽ എന്നും മുന്നേറും ഞാൻ, വിശ്വാസത്താൽ എല്ലാം ചെയ്തിടും ഞാൻ. വിശ്വാസത്തിൽ എന്നും മുന്നേറും ഞാൻ, വിശ്വാസത്താൽ എല്ലാം ചെയ്തിടും ഞാൻ. ഒന്നും അസാധ്യമായില്ല എന്റെ മുൻപിൽ ഇനി ജയം എനിക്കുണ്ട്. ഒന്നും അസാധ്യമായില്ല എന്റെ മുൻപിൽ ഇനി ജയം എനിക്കുണ്ട്. ഞാനെത്തും പിന്മാറില്ല വിശ്വാസ ചുവടുകൾ മുന്നോട്ട് മുന്നോട്ട്. ഞാനെത്തും പിന്മാറില്ല വിശ്വാസ ചുവടുകൾ മുന്നോട്ട് മുന്നോട്ട്. ആരെല്ലാം എതിർത്താലും
സമയത്തെനിക്കെല്ലാം ഒരുക്കുന്നവൻ ഒരിക്കലും കൈവിടില്ല. തക്ക സമയത്തെനിക്കെല്ലാം ഒരുക്കുന്നവൻ ഒരിക്കലും കൈവിടില്ല. ഞാനൊട്ടും പിന്മാറുകില്ല, വിശ്വാസ ചുവടുകൾ മുന്നോട്ട് മുന്നോട്ട്. ഞാനൊട്ടും പിന്മാറുകില്ല, വിശ്വാസ ചുവടുകൾ മുന്നോട്ട് മുന്നോട്ട്. ആരെല്ലാം എതിർത്താലും എന്തെല്ലാം ഭാവിച്ചാലും പിന്മാറുകയില്ല. ആരെല്ലാം എതിർത്താലും എന്തെല്ലാം ഭാവിച്ചാലും പിന്മാറുകയില്ല. രോഗത്തിനോ ഇനി ശാപത്തിനോ പാപത്തിനോ ഞാൻ അതിരല്ല. രോഗത്തിനോ ഇനി ശാപത്തിനോ പാപത്തിനോ ഞാൻ അതിരല്ല. സാത്താന്റെ ശക്തിയുടെ ശാപം ബന്ധനത്തിന്റെ ജയം എനിക്കുണ്ട്. സാത്താന്റെ ശക്തിയുടെ ശാപം ബന്ധനത്തിന്റെ ജയം എനിക്കുണ്ട്. ഞാനൊട്ടും പിന്മാറില്ല, വിശ്വാസ ചുവടുകൾ മുന്നോട്ട് മുന്നോട്ട്. ഞാനൊട്ടും പിന്മാറില്ല, വിശ്വാസ ചുവടുകൾ മുന്നോട്ട് മുന്നോട്ട്. ആരെല്ലാം എതിർത്താലും എന്തെല്ലാം ഭാവിച്ചാലും പിന്മാറുകയില്ല. ആരെല്ലാം എതിർത്താലും എന്തെല്ലാം ഭാവിച്ചാലും പിന്മാറുകയില്ല. അധികാരത്തോടെ ഇനി കൽപ്പിക്കുന്ന പ്രതികൂലങ്ങൾ മാറിപ്പോകും. അധികാരത്തോടെ ഇനി കൽപ്പിക്കുന്ന പ്രതികൂലങ്ങൾ മാറിപ്പോകും. ഒന്നും അസാധ്യമായില്ല എന്റെ മുന്നിൽ ഇനി ജയം എനിക്കുണ്ട്. ഒന്നും അസാധ്യമായില്ല എന്റെ മുന്നിൽ ഇനി ജയം എനിക്കുണ്ട്. അധികാരത്തോടെ ഇനി കൽപ്പിക്കുന്ന പ്രതികൂലങ്ങൾ അധികാരത്തോടെ ഇനി കൽപ്പിക്കുന്ന പ്രതികൂലങ്ങൾ മാറിപ്പോകും. ഒന്നും അസാധ്യമായില്ല എന്റെ മുന്നിൽ ഇനി ജയം എനിക്കുണ്ട്. ഒന്നും അസാധ്യമായില്ല എന്റെ മുന്നിൽ ഇനി ജയം എനിക്കുണ്ട്. ആകുല ചിന്തയാൽ നിറയുകില്ല, താരങ്ങളോ ഇനി കരയുകില്ല. ആകുല ചിന്തയാൽ നിറയുകില്ല, താരങ്ങളോ ഇനി കരയുകില്ല. തക്ക സമയത്തെനിക്കെല്ലാം ഒരുക്കുന്നവൻ ഒരിക്കലും കൈവിടില്ല. തക്ക സമയത്തെനിക്കെല്ലാം ഒരുക്കുന്നവൻ ഒരിക്കലും കൈവിടില്ല. ഞാനൊട്ടും പിന്മാറില്ല, വിശ്വാസ ചുവടുകൾ മുന്നോട്ട് മുന്നോട്ട്. ഞാനൊട്ടും പിന്മാറില്ല, വിശ്വാസ ചുവടുകൾ മുന്നോട്ട് മുന്നോട്ട്. ആരെല്ലാം എതിർത്താലും എന്തെല്ലാം ഭാവിച്ചാലും പിന്മാറുകയില്ല. ആരെല്ലാം എതിർത്താലും എന്തെല്ലാം ഭാവിച്ചാലും പിന്മാറുകയില്ല. അനക്കമുണ്ടെന്നു ഞാൻ ഭയപ്പെടില്ല, തോൽവി വരുമെന്നും ഞാൻ ഭയപ്പെടില്ല. അനക്കമുണ്ടെന്നു ഞാൻ ഭയപ്പെടില്ല, തോൽവി വരുമെന്നും ഞാൻ ഭയപ്പെടില്ല. ശത്രു ജയിക്കുമെന്നോ ഭാവി നശിക്കുമെന്നോ ഇനിമേൽ ഞാൻ ഭയപ്പെടില്ല. ശത്രു ജയിക്കുമെന്നോ ഭാവി നശിക്കുമെന്നോ ഇനിമേൽ ഞാൻ ഭയപ്പെടില്ല. ഞാനൊട്ടും പിന്മാറില്ല, വിശ്വാസ ചുവടുകൾ മുന്നോട്ട് മുന്നോട്ട്. ഞാനൊട്ടും
പിന്മാറുകില്ല ഞാൻ. അധികാരത്തോടെ ഇനി കൽപ്പിക്കും ഞാൻ, പ്രതികൂലങ്ങൾ മാറിപ്പോകും. അധികാരത്തോടെ ഇനി കൽപ്പിക്കും ഞാൻ, പ്രതികൂലങ്ങൾ മാറിപ്പോകും. ഒന്നും അസാധ്യമായില്ല എന്റെ മുൻപിൽ ഇനി ജയം എനിക്കുണ്ട്. ഒന്നും അസാധ്യമായില്ല എന്റെ മുൻപിൽ ഇനി ജയം എനിക്കുണ്ട്. ഞാനൊട്ടും പിന്മാറില്ല, വിശ്വാസ ചുവടുകൾ മുന്നോട്ട് മുന്നോട്ട്. ഞാനൊട്ടും പിന്മാറില്ല, വിശ്വാസ ചുവടുകൾ മുന്നോട്ട് മുന്നോട്ട്. ആരെല്ലാം എതിർത്താലുമെന്ന് നാം ഭാവിച്ചാലും പിന്മാറുകില്ല ഞാൻ. ആരെല്ലാം എതിർത്താലുമെന്ന് നാം ഭാവിച്ചാലും പിന്മാറുകില്ല ഞാൻ. വിശ്വാസത്തിൽ എന്നും മുന്നേറും ഞാൻ, വിശ്വാസത്താൽ എല്ലാം ചെയ്തിടും ഞാൻ. വിശ്വാസത്തിൽ എന്നും മുന്നേറും ഞാൻ, വിശ്വാസത്താൽ എല്ലാം ചെയ്തിടും ഞാൻ. ഒന്നും അസാധ്യമായില്ല എന്റെ മുൻപിൽ ജയം എനിക്കുണ്ട്. ഒന്നും അസാധ്യമായില്ല എന്റെ മുൻപിൽ ജയം എനിക്കുണ്ട്. ഞാനൊട്ടും പിന്മാറില്ല, വിശ്വാസ ചുവടുകൾ മുന്നോട്ട് മുന്നോട്ട്.
പിന്മാറുകിൽ ഇനി ഞാൻ. വിശ്വാസത്തിൽ എന്നും മുന്നേറും ഞാൻ. വിശ്വാസത്താൽ എല്ലാം ചെയ്തിടും ഞാൻ. വിശ്വാസത്തിൽ എന്നും മുന്നേറും ഞാൻ. വിശ്വാസത്താൽ എല്ലാം ചെയ്തിടും ഞാൻ. ഒന്നും അസാധ്യമായില്ല എന്റെ മുൻപിൽ ഇനി ജയം എനിക്കുണ്ട്. ഒന്നും അസാധ്യമായില്ല എന്റെ മുൻപിൽ ഇനി ജയം എനിക്കുണ്ട്. ഞാനൊട്ടും പിന്മാറില്ല. വിശ്വാസ ചുവടുകൾ മുന്നോട്ട് മുന്നോട്ട്. ഞാനൊട്ടും പിന്മാറില്ല. വിശ്വാസ ചുവടുകൾ മുന്നോട്ട് മുന്നോട്ട്. ആരെല്ലാം എതിർത്താലും എന്തെല്ലാം ഭാവിച്ചാലും പിന്മാറുകിൽ ഇനി ഞാൻ. ആരെല്ലാം എതിർത്താലും എന്തെല്ലാം ഭാവിച്ചാലും പിന്മാറുകിൽ ഇനി ഞാൻ. ആരെല്ലാം എതിർത്താലും എന്തെല്ലാം ഭാവിച്ചാലും പിന്മാറുകിൽ. അധികാരത്തോടെ ഇനി കൽപ്പിക്കും ഞാൻ. പ്രതികൂലങ്ങൾ മാറിപ്പോകും. അധികാരത്തോടെ ഇനി കൽപ്പിക്കും ഞാൻ. പ്രതികൂലങ്ങൾ മാറിപ്പോകും. ഒന്നും അസാധ്യമായില്ല എന്റെ മുൻപിൽ ഇനി ജയം എനിക്കുണ്ട്. ഒന്നും അസാധ്യമായില്ല എന്റെ മുൻപിൽ ഇനി ജയം എനിക്കുണ്ട്. ഞാനൊട്ടും പിന്മാറുകില്ല. വിശ്വാസ ചുവടുകൾ മുന്നോട്ട് മുന്നോട്ട്. ഞാനൊട്ടും പിന്മാറുകില്ല. വിശ്വാസ ചുവടുകൾ മുന്നോട്ട് മുന്നോട്ട്. ആരെല്ലാം എതിർത്താലും എന്തെല്ലാം ഭാവിച്ചാലും പിന്മാറുകിൽ ഇനി ഞാൻ. ആരെല്ലാം എതിർത്താലും എന്തെല്ലാം ഭാവിച്ചാലും പിന്മാറുകിൽ ഇനി ഞാൻ. ലോകത്തിനോ ഇനി ശാപത്തിനോ പാപത്തിനോ ഞാൻ അധീനനല്ല. ലോകത്തിനോ ഇനി ശാപത്തിനോ പാപത്തിനോ ഞാൻ അധീനനല്ല. സാത്താന്യ ശക്തി ഇന്ന് ശാപം ബന്ധനത്തിൻ്റെ ജയം എനിക്കുണ്ട്. സാത്താന്യ ശക്തി ഇന്ന് ശാപം ബന്ധനത്തിൻ്റെ ജയം എനിക്കുണ്ട്. ഞാനൊട്ടും പിന്മാറില്ല. വിശ്വാസ ചുവടുകൾ മുന്നോട്ട് മുന്നോട്ട്. ഞാനൊട്ടും പിന്മാറില്ല. വിശ്വാസ ചുവടുകൾ മുന്നോട്ട് മുന്നോട്ട്. ആരെല്ലാം എതിർത്താലും എന്തെല്ലാം ഭാവിച്ചാലും പിന്മാറുകിൽ ഇനി ഞാൻ. ആരെല്ലാം എതിർത്താലും എന്തെല്ലാം ഭാവിച്ചാലും പിന്മാറുകിൽ. ആരെല്ലാം എതിർത്താലും എന്തെല്ലാം ഭാവിച്ചാലും പിന്മാറുകിൽ. സ്വർഗീയ പിതാവേ, ഈ രാത്രിയിൽ അവിടുന്ന് ഞങ്ങളെ കേൾപ്പിച്ച അവിടുത്തെ വചനത്തിനായി നന്ദി പറയുന്നു. പുത്രത്തിൻ്റെ ആത്മാവിലൂടെ ഞങ്ങളുടെ മേൽ സ്വർഗം പകർന്നിരിക്കുന്ന അധികാരത്തെ എക്സസൈസ് ചെയ്യുവാൻ ഇന്ന് രാത്രിയിൽ ഓരോരുത്തരുടെ മേലും അവിടുത്തെ അഭിഷേകത്തെ ദൈവം പകർന്നിരിക്കുന്നതിനായി നന്ദി പറയുന്നു കർത്താവേ. ഈ നിമിഷം മുതൽ കർത്താവേ, പ്രതിസന്ധികളെ നോക്കി, പ്രതികൂലങ്ങളെ നോക്കി ഭാരപ്പെടുന്നവരായിട്ടല്ല, കുഴയുന്നവരായിട്ടല്ല, മറിച്ച് അതിൻ്റെ നടുവിൽ അധികാരത്തോടുകൂടി യേശുവിൻ്റെ നാമത്തിൽ മാറി നിൽക്കുവാൻ കൽപ്പിക്കുവാനുള്ള ആ ഒരു അധികാരത്തെ ഈ രാത്രിയിൽ സ്വർഗം ഓരോ വ്യക്തികളുടെ മേലും പകർന്നിരിക്കുന്നതിനായി നന്ദി പറയുന്നു കർത്താവേ. ആ വെളിപ്പാടിൽ